സഹാബാക്കൾക്ക് സൂറന്ന കാഹളം ഇസ്രാഫിൽ ഇങ്ങനെ താങ്ങി നിൽക്കുന്ന രംഗം പറഞ്ഞു കൊടുക്കാം. ഞാനെങ്ങനെ നിങ്ങളെ പോലെ ചിരിക്കുക, എനിക്കങ്ങനെ സ്വയിക്കാൻ പറ്റുക? ഇസ്രാഫിലെ സൂറ് ഇങ്ങനെ താങ്ങി നിൽക്കുന്ന ഞാൻ കണ്ണുകൊണ്ട് കാണുകയാണ്. അദ്ദേഹം ചെകിട് കൂർപ്പിച്ച് കണ്ണ് തുറച്ച് നെറ്റിയിലേക്ക് സൂറ് അടുപ്പിച്ച് നിർത്തുകയാണ്. എപ്പോഴാണ് കൽപ്പന വരുന്നത് അപ്പ ഊതാ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇതെന്റെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണുമ്പോ എനിക്കങ്ങനെയാണ് ചിരി വരിക എന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് കേട്ടപ്പോ സാസിലെ ചിരിയൊക്കെ കണ്ട് നിന്ന് കരയാൻ തുടങ്ങി, കൂട്ടക്കരച്ചിലായി. അപ്പൊ ചിലര് ചോദിച്ചു, നബിയെ ഞങ്ങൾ എന്താ കാട്ടുക എന്ന് ചോദിച്ചു. ഞങ്ങളാണ് ചൊല്ലിക്കോളി ഖൂലൂ ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ചൊല്ലിക്കോളി എന്ന് പറഞ്ഞു. വലിയ ദിക്റാണ്. ദുന്യാവും ആഖിറവും കയ്യിൽ ഒതുക്കാൻ പറ്റുന്ന ദിക്റാണ്. എല്ലാ സിഹ്റും ബാത്തിലാവും, എല്ലാ ശത്രുക്കളും തകർന്നു പോകും. ഇനി മഹദി ഇമാം രംഗത്ത് വന്നാലേ യൂറോപ്പിനൊക്കെ കീഴ്പ്പെടുത്തും, കോസ്റ്റാന്റിനോപ്പിളെ കീഴ്പ്പെടുത്തും, എല്ലാ കോട്ടകളും തകർത്ത് തരിപ്പണാക്കും, എല്ലാ മഹദി ഇമാമിന്റെ കൈപ്പടത്തിൽ ഒതുക്കും. ബത്ലഹേം എന്ന് പറയുന്ന സ്ഥലത്ത് പോവും, വലിയ വലിയ ചർച്ചുകൾ കീഴടക്കും, ലക്ഷക്കണക്കിന് പട്ടാളക്കാർ ഇസ്ലാമിലേക്ക് വരും. ഒരേ കാരണം ഹസ്ബുനല്ലാഹ് എന്നുള്ള ദിക്റാണ്. വലിയ കൊട്ടാരങ്ങൾ മുമ്പിൽ പോയിട്ട് ഇമാം മഹദി ഹസ്ബുനല്ലാഹ് എന്നാണ് പറഞ്ഞാൽ കൊട്ടാരം ഉറച്ച് കിടുത്ത് തകർന്ന് തരിപ്പണമാകും എന്ന് മുഹമ്മദ് മുസ്തഫ. ഇന്നുള്ള എല്ലാ ആയുധങ്ങളെയും പിന്നിലാക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് ഹസ്ബുനല്ലാഹ്. ബദർ യുദ്ധം നടക്കുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചില മഹാന്മാര് പറഞ്ഞു, സഹാബാക്കള് വാളില്ലല്ലോ സിദ്ദീഖ്, എന്തുകൊണ്ടാ ഇറങ്ങാന്ന് വെച്ച്. ഞാൻ വാളുകാരെ എല്ലാരും നിരന്നിക്കുന്ന പറഞ്ഞു. എന്റെ അടുത്ത് കുറെ ആയുധമുണ്ട്, നിരന്നിക്കുന്ന പറഞ്ഞു. ആയുധമില്ലാത്ത പട്ടിണിപ്പാവങ്ങള്, കണ്ടം വെച്ച കുപ്പായിട്ട പട്ടിണിപ്പാവങ്ങള്, ഫുഖറാക്കള് പോലെ ആയുധം കിട്ടാൻ വേണ്ടി സിദ്ദീഖിന് മുമ്പിൽ നിരന്നാണ്ടെന്നു. സിദ്ദീഖ് പറഞ്ഞു, യുദ്ധത്തിനാണ്ട് ഇറങ്ങിക്ക് എല്ലാരും കൂടി ഹസ്ബുനല്ലാഹ് അങ്ങോട്ട് ചൊല്ലിക്കൊള്ളി നടക്കും. ഇത് ചൊല്ലി ഇറങ്ങിയ മുഴുവൻ ആളുകളും വിജയിച്ചിട്ട് രക്ഷപ്പെട്ടു എന്ന് ചരിത്രം പറയാം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ യുദ്ധങ്ങളിൽ വളരെ സ്വാധീനമുണ്ടായ ഒരു ദിക്റാണിത്. അതുകൊണ്ട് കുറച്ച് നമ്മള് എല്ലാവരുടെ പ്രയാസങ്ങളൊക്കെ കൽബിൽ വെച്ചിട്ട്, എല്ലാരും മനസ്സിലുള്ള പ്രയാസങ്ങൾ പരസ്പരം പറഞ്ഞിട്ട് ഉള്ളിൽ വെച്ചിട്ട് അതൊക്കെ ഒന്ന് തകർന്നു പോകാൻ, രോഗങ്ങളൊക്കെ ശിഫയാവാൻ, കടങ്ങളൊക്കെ വീടി കിട്ടാൻ ഇൻഷാ അല്ലാഹ് കുറച്ച് നമുക്ക് ഹസ്ബുനല്ലാഹ് എന്നുള്ള ദിക്ർ. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ നിഅമൻ നസീർ നിഅമൽ മൗലാ ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു മൗലാ നിഅമൻ നസീർ ഹസ്ബുനല്ലാഹു നിഅമൽ മൗലാ ഹസ്ബുനല്ലാഹു നിഅമൽ നിഅമൽ മൗലാ ഹസ്ബുനല്ലാഹു നിഅമൽ മൗലാ. നമ്മളെ കുറച്ച് സ്വലാത്തിലേക്ക് കടക്കണം. കാരണം ഏത് സന്തോഷമുള്ള സമയത്തും ബുദ്ധിമുട്ടുള്ള സമയത്തും നമുക്ക് ഓർക്കാനുള്ളത് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്ത് പ്രയാസം വരുമ്പോഴും എന്റെ പ്രയാസത്തെ ഓർത്താ നിങ്ങളെ പ്രയാസം പോകുന്നു മുഹമ്മദ് മുസ്തഫ. ഓർത്താ മതി, പോവും. നമ്മൾ വലിയൊരു പ്രയാസത്തിൽ പോയിട്ടാണെങ്കിൽ റസൂലുള്ളാഹിന്റെ പ്രയാസം ഓർക്കുക, അപ്പൊ നമ്മളെ പ്രയാസം ഒന്നുമല്ലാതാവും.
അപ്പൊ ഏത് സമയത്തും നമ്മളെ കൽബിലേക്ക് തിളഞ്ഞ് തികട്ടി വരേണ്ട ഒരേ വിശ്വരൂപം, പ്രകാശരൂപം മുഹമ്മദ് മുസ്തഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരാളെ എങ്ങനെയാ അങ്ങോട്ട് ബന്ധപ്പെടുന്നത്? അതിനനുസരിച്ച് ഇങ്ങോട്ടും ബന്ധപ്പെടും, അതിനേക്കാൾ ബന്ധപ്പെടുന്നതാണ്. ഒരു ചരിത്രം ഉണ്ടല്ലോ, അള്ളാന്റെ റസൂല് പള്ളിയിലേക്കൊക്കെ പോയി വരുമ്പോ റസൂലുള്ളാനെ മുള്ളു വെച്ചിട്ടും കല്ല് വെച്ചിട്ടും ശരീരത്തിലേക്ക് തുപ്പിയിട്ട് ഉപദ്രവിച്ചിരുന്നൊരു ജൂത പെണ്ണുണ്ടായിരുന്നു. റസൂല് പള്ളിയൊക്കെ പോകുമ്പോ മറന്റെ അപ്പുറത്ത് നിന്നിട്ട് ഈ പെണ്ണ് കാർക്കിച്ചിട്ട് തുപ്പുക, അങ്ങനത്തെ ഒരു പെണ്ണുണ്ടായിരുന്നു. ഈ പെണ്ണ് പനിച്ചു കിടക്കുകയാണ്. ഒരു ദിവസം പള്ളി പോകുമ്പോ തുപ്പുന്നില്ല. അപ്പൊ റസൂല് ചോദിച്ചു, ആ പെണ്ണ് എവിടെയെന്ന് വെച്ചു. അപ്പൊ ആരോ പറഞ്ഞു പനിച്ചെടുക്കാന്ന് പറഞ്ഞു. എന്നാ നമ്മളൊന്ന് പോയി സന്ദർശിക്കുക മുഹമ്മദ് മുസ്തഫ. നമ്മളാണെങ്കിലോ കുറച്ച് നേരത്തെ കിട്ടണ്ടാണ്, വൈകിപ്പോയതാണ്. നമ്മളൊന്ന് പോയി സന്ദർശിക്കുക. ഇത് സത്യത്തിലൊരു ചരിത്രമാണ്. ഞാൻ ചരിത്രം പറയാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷെ അതിൽ ഔലിയാക്കള് ഒരു മെസ്സേജ് ഊറ്റി കുടിച്ചിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. എന്താ അറിയോ? അതിലൊരു പൊരുളുണ്ട്. അള്ളാന്റെ റസൂലിനോട് ഒരാള് എങ്ങനെ അങ്ങോട്ട് ബന്ധപ്പെട്ടാലും ആ ബന്ധം മുറിഞ്ഞാല് റസൂല് തിരിച്ചു വയ്ക്കും ആ ആളെവിടെയെന്ന്. ഈ പെണ്ണിപ്പോ ബന്ധപ്പെട്ടത് സ്നേഹത്തിലല്ല, ബഹുമാനത്തിലല്ല, അംഗീകാരത്തിലല്ല, ശത്രുത തീർക്കാനാണ്. എന്നാലും ആ ശത്രുത തീർക്കാൻ വേണ്ടി പെണ്ണ് ചെയ്ത കടുങ്കൈ അത് ഒരീസം ഇല്ലാതായപ്പോ റസൂല് ചോദിച്ചു, എന്താ പെണ്ണ് കാണാത്തതെന്ന്. അവിടെ മഹാന്മാര് പറയാണ്, എന്നാൽ നമ്മൾ സ്വലാത്തേറ്റ് റസൂലുള്ളാഹിനോട് ബന്ധപ്പെട്ടാൽ ഇന്ന് നല്ല എന്നും സ്വലാത്ത് അങ്ങനെ ചെല്ല, അത് മൊത്തം റൗളയിൽ കിട്ടും ഇൻഷാ അല്ലാഹ്. ഗിന്നസ് ബുക്കിൽ പേര് എന്നിട്ടൊന്നും കാര്യമില്ല, റൗളിന്റെ ഉള്ളിൽ പേര് വരണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റൗളയിൽ അത് കിട്ടിയാല് ഒരിക്കലും നമ്മളെ സ്വലാത്താണ്ട് എത്തിയില്ലാന്ന് കൂട്ടുക, കാരണം നമ്മൾ മരിച്ചതാണ്. അപ്പൊ അള്ളാന്റെ റസൂലേക്കും കറുകത്തീർത്തിന്ന്, പൊന്നാനിന്ന്, ചമ്പ്രവട്ടത്തുനിന്ന്, പരപ്പനങ്ങാടിന്ന്, താന്നൂരിന്ന്, തിരൂരിന്ന്, പുത്തമ്പള്ളിക്കന്ന്, അയിലക്കാടുന്ന്, മാണൂരിന്ന്, ഏകദേശം ഇവിടെ പങ്കെടുത്ത ചില ആൾക്കാരെ നാടിന്റെ പേര് ഓർമ്മ എന്നൊക്കെ പറഞ്ഞാണ്, അല്ലാത്ത ഉണ്ടാവാം. ഒരു 100 സ്വലാത്ത് 500 സ്വലാത്തൊക്കെ കിട്ടിയിരുന്നല്ലോ, അയാൾ എവിടെയെന്ന്. അപ്പൊ മലക്കുകളരും അയാളൊന്ന് ഉച്ചക്ക് മരിച്ചല്ലോ എന്ന്. അപ്പൊ റസൂലുള്ള ഖബർ കിടന്നിട്ട്, റൗളി കിടന്നിട്ട് ആ ഖബർ കിടക്കുന്ന മയ്യത്തിന് വേണ്ടി ദ്വാരുന്നാൽ അപ്പ ഖബറിലേക്ക് ഒരു പ്രകാശം കണ്ടു വരും. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ. നമ്മളെ റസൂലുള്ളാഹിനെ ബന്ധപ്പെടുന്നത് തുപ്പിയിട്ടല്ല, മുള്ളു വെച്ചിട്ടല്ല, കല്ല് വെച്ചിട്ടല്ല, സ്വലാത്തല്ലിട്ടാണ്. അത് വെറുതാവൂല. അതുകൊണ്ട് ഒരല്പം സ്വലാത്ത് ഇൻഷാ അല്ലാഹ്, അത് അല്പം എന്ന് പറഞ്ഞ് നിർത്തല്ല, നമ്മളെപ്പോഴും സ്വലാത്തിലാണ്, നമ്മളെപ്പോഴും സ്വലാത്തിലാണ്. മലപ്പുറം ജില്ലയിൽ ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഇഷ്കുൻ നബിയിൽ ഒരു കവിത പ്രകാശിപ്പിച്ചത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. വൈദാ ഫഅൽതു ഫീക ഫിഅലി കുല്ലുഹു വൈദാ തറക്തു ഫീക തർകി കുല്ലുഹു വൈദാ ഫഅൽതു ഫീക ഫിഅലി കുല്ലുഹു വൈദാ തറക്തു ഫീക തർകി കുല്ലുഹു. ഞാൻ വല്ലതും ചെയ്യുകയാണെങ്കിൽ അത് അങ്ങയുടെ ഓർമ്മയിലാണ്, ഞാൻ വല്ലതും ചെയ്യാതിരിക്കുകയാണെങ്കിലും അത് അങ്ങയുടെ ഓർമ്മയിലാണ്. യാ റസൂലല്ലാഹ്, ഞാൻ വല്ലതും ചെയ്യാണെങ്കിൽ അത് അങ്ങയുടെ ഓർമ്മയിലാന്ന് പറയാൻ ഇഷ്കുള്ള എല്ലാവർക്കും പറ്റും. അത് ഇഷ്കുള്ളവർക്കൊക്കെ പറ്റും. ഇഷ്ക് വേണമെന്നില്ല, ഹുബുള്ളവർക്ക് പറ്റും. ഹുബിന്റെ മേലെയാണ് ഇഷ്ക്. പക്ഷേ ഞാൻ വല്ലതും ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയാന്ന് പറയാൻ ഇഷ്കിൽ നിന്നും കുതിര ഓടിയ മഹബത്തിന്റെ മായാവിക്കല്ലാതെ പറ്റൂല. വൈദാ ഫഅൽതു ഫീക ഫിഅലി കുല്ലുഹു വൈദാ തറക്തു ഫീക തർകി കുല്ലുഹു. ഞാൻ വല്ലതും ചെയ്യുകയാണെങ്കിലും അങ്ങയുടെ ഓർമ്മയിലാണ്, വല്ലതും ചെയ്യാതിരിക്കുകയാണെങ്കിലും അങ്ങയുടെ ഓർമ്മയിലാണ്. യാ റസൂലല്ലാഹ്, ഇതാണ് ഒരു ആശക്കിന്റെ മനസ്സ്. അത് അല്ലാഹ് നമുക്ക് തരട്ടെ. നമ്മൾ മിണ്ടാതിരിക്കുകയാണെങ്കിലും കൽബിൽ നിറയെ മുഹമ്മദ് മുസ്തഫ. നമ്മൾ മിണ്ടാണെങ്കിൽ കൽബിലും വായിലും നിറയെ മുഹമ്മദ് മുസ്തഫ. അതാണ് മുഅ്മിൻ, അതാണ് ആശിഖ്, അതാണ് ആശിഖ്. ആശിഖ്യങ്ങളിൽ അല്ലാഹ് നമ്മളെ പെടുത്തട്ടെ. സഹാബാക്കളൊക്കെ അങ്ങനെയായിരുന്നു. സഹാബാക്കളൊക്കെ അങ്ങനെ ജുനൂദുൽ മഹബ്ബ എന്നവരെ പേര്. പ്രേമപട, പ്രേമ പിരാന്ത്, അതാണ് ഓലെ പ്രണയൊക്കെ ഒരേ കേന്ദ്രത്തിലേക്ക് പോയി. അത് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ മനസ്സിൽ വല്ലാതെ തറച്ചൊരു ബൈറ്റാണത്.
ബഹുമാനപ്പെട്ട എന്റെ പ്രിയ സുഹൃത്ത് റസാഖ് ബന്നാനി വളരെ രസകരമായിട്ട് അദ്ദേഹത്തിന്റെ രീതിയിൽ ഉറുദു കവിതയിലൂടെ നമ്മെ ഹുബിലേക്ക് ക്ഷണിച്ചു. ഞാൻ ഒരു അറബി കവിതയിലൂടെ ക്ഷണിക്കുകയാണ്. وإذا فعلت وفيك فعلي كله وإذا تركت وفيك تركي كله. ഞാൻ വല്ലതും ചെയ്യുകയാണെങ്കിൽ അങ്ങയുടെ ഓർമ്മയിലാണ്, ചെയ്യാതെ മൗനിയായി നിശബ്ദനായിരിക്കുകയാണെങ്കിലും അത് അങ്ങയുടെ ഓർമ്മയിലാണ് യാ റസൂലല്ലാഹ്. ഞാൻ വല്ലതും പാടുകയാണെങ്കിൽ അങ്ങയുടെ ഓർമ്മയിലാണ്, വല്ലതും എഴുതുകയാണെങ്കിൽ അങ്ങയുടെ ഓർമ്മയിലാണ് എന്റെ പേന ചലിക്കുന്നത് യാ റസൂലല്ലാഹ്. ഈ ഇരുത്തവും അല്ലാഹുവിന്റെ റസൂലിന്റെ ഓർമ്മയിലാണ്. ഈ സദസ്സിലേക്ക് ഒരു അതിഥിയെ നമ്മൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അത് മദീന മലർവാടിയിലെ കസ്തൂരി മണ്ണിൽ നിദ്രകൊള്ളുന്ന മനുഷ്യകുലത്തിന്റെ സുൽത്താനായ, ഹൃദയത്തിന്റെ ചൈതന്യമായ, ജീവിതത്തിന്റെ സ്വപ്നമായ, വിശ്വാസത്തിന്റെ പ്രകാശമായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റാണ്. അത് ഇന്നത്തെ രാത്രി 3 വട്ടം ചൊല്ലിയാലും മതി. പക്ഷെ ആ ദിക്റ് കാണുമ്പോ പേടിയാവാ. എന്താ വെച്ചാല് അതിൽ പുള്ളിയുള്ള അക്ഷരങ്ങളൊന്നുമില്ല, അതാണ് പേടി. എന്റെ ബേജാറ് അതാ. നോക്കുകയാണെങ്കിൽ ഒറ്റ അക്ഷരം പുള്ളിയുള്ളതില്ലല്ലോ. കാരണം എന്താ, ഇത് പുള്ളിയുള്ളവർത്തുണ്ടാവില്ല എന്നാണ്. പുള്ളിയും കുത്തുന്ന പറഞ്ഞാല് അഴുക്കിന്റെ മേലെ അറിയിക്കണതാണ്. തുണികുപ്പായത്തിൽ പുള്ളിയും കുത്താണെങ്കിൽ ഇട്ട് നമ്മൾ പോവില്ല. നമ്മൾ ചോറ് കഴിക്കാൻ നിൽക്കുന്ന പ്ലേറ്റില് പുള്ളിയും കുത്തുണ്ടെങ്കിൽ അതിൽ ഭക്ഷണം ഇടൂല. എന്താ കഴുകാത്തതെന്ന് നോക്കും അല്ലേ? വണ്ടിമന്നായിട്ട് പുള്ളിയും കുത്തുവാണെങ്കിൽ ഡ്രൈവറോട് ചൂടാവും. എവിടെ മുഖത്ത് പുള്ളിയും കുത്തുവാണെങ്കിലും അതാ ഭംഗികേടാണല്ലോ അല്ലേ? അപ്പൊ പുള്ളിയും കുത്തും ഇതിൽ അക്ഷരങ്ങളില്ല. അതിന്റെ അർത്ഥം ഇത് പുള്ളിയും കുത്തുള്ള കൽബിൽ കയറൂല എന്നാണ്. പുള്ളിയും കുത്തുള്ള കൽബിൽ കയറൂല. പുള്ളിയും കുത്തും മായത്തിന് മേൽ അറിയിക്കുന്നതാണ്.
അതുകൊണ്ടാണ് ഈ തൗഹീദിന്റെ കലിമയിൽ നിന്ന് ആദ്യം മായത്തിന് നീക്കിയത്. അറബ് ഭാഷയിൽ എന്തെങ്കിലും ഒരു സാധനം ഇല്ലാന്ന് പറഞ്ഞ് തുടങ്ങണ നിങ്ങൾ കണ്ടുകണോ? ഇല്ല. എന്നാ കലിമത്ത് തൗഹീദ് പറഞ്ഞത് ഇല്ലാന്ന് പറഞ്ഞാണ്ട ഇല്ലാന്ന് പറഞ്ഞാണ്ട് ഒരു വർത്താനം തുടങ്ങ, ഉണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ തുടങ്ങ, എന്നിട്ട് പിന്നെ ഇല്ലാന്നാക്കലല്ലേ. പക്ഷെ അള്ളാഹു താല കലിമത്ത് തൗഹീദ് തുടങ്ങിയത് ഇല്ലാന്ന് പറഞ്ഞാണ്ട. കാരണം ഇലാഹ പുള്ളിങ്കുത്തിനെ ഒഴിവാക്കാണ്, പുള്ളിങ്കുത്തൊക്കെ ആദ്യം ഒഴിവാക്കി, എന്നിട്ട് ഇല്ലല്ലാന്ന് വന്നേക്കാം. അല്ല ഏകാൻ എന്നുള്ളതിന് അങ്ങനെ പറയേണ്ട വേറെയും ഭാഷ ഉണ്ട്, അതിനേക്കാളും നല്ല ഭാഷ ഉണ്ട്. പക്ഷെ അതിനേക്കാളും നല്ലതുണ്ട് എന്നല്ല, വേറെയും ഭാഷകളുണ്ട്. പക്ഷെ അത് അല്ല നോക്കിയില്ല. ആദ്യം ലാ ഇലാഹ എന്നു പറഞ്ഞ് പുള്ളിങ്കുത്തൊക്കെ ഒഴിവാക്കി, ഇല്ലല്ലോ പിന്നെ വന്നു. അത് സൂചന അങ്ങനെ അതിലുണ്ട്. രണ്ടാമത്തെ വേജാറ് എന്താ വെച്ചാല് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതില് ഒരൊറ്റ അക്ഷരവും ശഫവിയല്ല, ചുണ്ടുമെന്ന് വരണേയില്ല, ഒക്കെ ജൗഫിയ, ഉള്ളുന്ന് വരണാണ്. കാരണം ഇത് ചുണ്ടുമെങ്ങനെ തൂക്കിയിട്ട് മാത്രം തീരെ കാര്യമല്ലെന്നല്ല, വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഇത് വെക്കേണ്ടത് കൽബിന്റെ ഉള്ളിലാണ്. അപ്പൊ കൽബിന്റെ ഉള്ളിൽ നിന്ന് കുറച്ച് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മനസ്സറിയണ ചെല്ലലും മനസ്സറിയാത്ത ചെല്ലലുണ്ട്. മനസ്സറിയാത്ത ചെല്ലൽ പലപ്പോഴും നമ്മൾ നടത്തലുണ്ട്. ഇവിടെ വന്നത് മനസ്സറിഞ്ഞിട്ട് ചെല്ലാനാണ്. അപ്പോ ആ രീതിയിൽ തന്നെ ചെല്ലണം കുറച്ച്. ഇൻഷാ അല്ലാഹ് ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു കാര്യം പിന്നെ ഞാൻ എല്ലാ വർഷവും അത് ഓർമ്മപ്പെടുത്തുന്ന കരുതണം, മറക്കണം. ഇപ്പൊ എനിക്ക് ഓർമ്മയായി. ഈ സദസ്സ് എന്ന് പറഞ്ഞാല് ഒരാളൊരു പിന്നെ വലിയ ആളും വേറെയുള്ള ആളുകളൊക്കെ അയാളെ നിയന്ത്രണത്തിലും എന്ന രീതിയല്ല. ഇവിടെ ത്വരീഖത്ത് മുരീദ് അങ്ങനെയല്ല, ഉസ്താദ് ശിഷ്യൻ എന്നുമല്ല. ഇവിടെ അങ്ങനൊന്നുമില്ല. ഈ സദസ്സുകൾ അങ്ങനെ കാണരുത്. ഇത് തവാസോബിൽ ഹഖ് വ തവാസോബിൽ സബർ എന്നതിന്റെ ഒരു സാക്ഷാത്കാരമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വന്തം കരണില്ലെങ്കിൽ ഉണ്ടാക്കി കരഞ്ഞോളി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോ എങ്ങനെപ്പാ ഉണ്ടാക്കി കരച്ചിൽ എന്ന രീതിയിൽ ഗവേഷണ സ്വഭാവത്തിൽ ഞാനൊന്ന് ഇരുന്നു. അതൊരു ഹദീസാണല്ലോ. നിങ്ങൾ കരണില്ലെങ്കിൽ ഉണ്ടാക്കേണ്ട കരഞ്ഞോളിയിരുന്നു. ഈ ഹദീസ് കിതാബിൽ കണ്ടപ്പോ ഉണ്ടാക്കി കരച്ചിൽ എങ്ങനെയെന്ന് കുറെ ചിന്തിച്ചു. ആദ്യം കുറെ ദിവസം ഞാൻ ഇങ്ങനെ എനിക്ക് തോന്നി, മരിച്ചുപോയ വല്യമാനെ ഇന്തിച്ചാൽ മതി, മരിച്ചുപോയ വല്യപ്പാനെ ഇന്തിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഇങ്ങനെ കരച്ചിൽ വരും. അയിമക്കൂടി നരകൊണ്ട് കൊളത്തി വെച്ചാല് കരച്ചിൽ അങ്ങനെ പോയിക്കോളും എന്ന് കരുതിയിട്ട് ആദ്യകാലത്തൊക്കെ ഞാൻ എന്റെ പ്രസംഗത്തിൽ ആ രീതിയിൽ അവതരിപ്പിച്ചിരുന്നു. പക്ഷെ ജനങ്ങൾ എന്നിട്ടും കരണില്ല, വല്ലാതെ നമുക്കും കരച്ചിൽ വരില്ല. അപ്പൊ പിന്നെ ആ ഹദീസ് വെച്ചിട്ട് ഒരു അന്വേഷണ തൃഷ്ണ ഉണ്ട് എന്ന നിലയിൽ ഒരു പടി കൂടി, ഒരു സ്റ്റെപ്പ് കൂടി ചിന്തയുടെ കാൽപ്പാട് വെച്ചിട്ട് പിന്നെയും ചിന്തിച്ചു. അങ്ങനെ ആയ പോരല്ലോ. അപ്പൊ ഒരു ആയത്ത് എന്നെ വളരെ സ്വാധീനിച്ചു. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ചോളി, നാളേക്കൊക്കെ എന്താണ് ഒരുക്കിയത് എന്ന് ഓരോരുത്തരും ചിന്തിച്ചോളി. അതിന് എനിക്ക് മനസ്സിലായി, പേടിച്ച് വറക്കണമെങ്കിൽ മൗത്ത് ചിന്തിക്കണം.
എനിക്ക് മനസ്സിലായി നല്ല കിതാബും ഒക്കെ അപ്പൊ ഇമാമിങ്ങളും അങ്ങനെ രേഖപ്പെടുത്തി. അപ്പൊ മൗത്തുമാണ്ട് കൂടി, മൗത്തുമ്മ കൂടിയിട്ട് ഇങ്ങനെ ചിന്തിച്ചപ്പോ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും കരച്ചിലായിരുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഇത് സദസ്സിൽ വെച്ചാക്കുമ്പോ ഒരുപാട് ആളുകൾക്ക് കരയാൻ പറ്റിയാല് നിങ്ങൾ സ്വന്തം കരണെങ്കിൽ ഉണ്ടാക്കി കരഞ്ഞോളി എന്നതിന്റെ ഒരു കൂലി നമുക്ക് കിട്ടുമെന്ന്. അതടിസ്ഥാനത്തിൽ ഒരു ഹിക്മത്ത് തുടങ്ങി എന്നതല്ലാതെ ഇവിടെ വേറൊരു റോൾ എനിക്കില്ല, അങ്ങനെ എന്നെ കാണും ചെയ്യരുത്. നമ്മളൊക്കെ ഒരു കൂട്ടുകാരാ, സൗഹൃദ വലയത്തിലെ ദിക്ർ ഫിക്കറിലെ കൂട്ടുകാരാണ്. അപ്പോ ആ രീതിയിൽ നമ്മള് ഒരാളുടെ കൽബിൽ തോന്നിയ ഒരു കാര്യം അത് നമുക്കും പറ്റോ എന്ന തവാസുബിൽ ഹക്കോ തവാസുബിൽ സബർ എന്നതിന്റെ ഭാഗമായി ഒരുമിച്ചുകൂടെ. ഇത് എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഈ സമയത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് കണ്ണൂർ സെന്ററിൽ അറിയപ്പെട്ട ഏറ്റവും വലിയ പള്ളിയിൽ ഈ സമയത്ത് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഫോണിലൂടെ പറഞ്ഞെടുത്ത എന്റെ പ്രിയ സുഹൃത്ത് ആബിദ് ദവി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വേറെ ഒരുപാട് ആളുകൾ. അതൊന്നും അക്കൈ രീതിയാണ് തവാസുബിൽ ഹക്കോ തവാസുബിൽ സബർ. ജനങ്ങൾ എങ്ങനെങ്കിലും നമ്മളൊക്കെ കൂടെയാണ് കരഞ്ഞാൽ എല്ലാവർക്കും കൂടി രക്ഷപ്പെടാൻ പറ്റിയാലോ. കാരണം കണ്ണീര് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമാണ്. ദോഷിയായ മനുഷ്യൻ കരയണത് തസ്ബീഹിനേക്കാൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സംഗതിയാണെന്നാണ്. കരഞ്ഞാ മതി, കരഞ്ഞയ്മ പോവാത്ത ഒന്നുമില്ല, കരച്ചിലാണ് പ്രധാനം. നമ്മൾ അള്ളാഹിനെ ഓർത്ത് കരയാൻ ആഗ്രഹിക്കുന്നവരാണ്, ഒരുപാട് കാലം ആഗ്രഹിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടില്ല. ചിന്ത തുളഞ്ഞു പോവാത്തോണ്ടാണ്, മൂടൽ മഞ്ഞിൽ പെട്ടുകൊണ്ടാണ്, ഹിജാബ് വന്ന് അടിഞ്ഞുകൂടിയോണ്ടാണ്. ഹിജാബുകൾ, തടസ്സങ്ങൾ, മറകൾ, മഞ്ഞുകൾ, മാറാവാലകൾ തട്ടിമാറ്റി, ചിലന്തി വലകൾ, അലച്ചകളുടെ ചിലന്തി വലകൾ പറിച്ചു മാറ്റി നമ്മൾ ചിന്തയുടെ ആഴങ്ങളിലേക്ക് ഹൃദയത്തെ കൈപിടിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരു പക്ഷേ കണ്ണ് നിറഞ്ഞൂടായില്ല. അതിന്റെ ഒരു ശ്രമം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും മാപ്പ് വെച്ചിട്ടും സമ്മതം ചോദിച്ചിട്ടും ഇത് പൂർണ്ണമാകണമെങ്കിൽ വലിയ വലിയ ആലിമീങ്ങൾ ഉസ്താദന്മാരൊക്കെ സദസ്സിലുണ്ട്, പ്രത്യേകിച്ച് അവരോട് എല്ലാവരോടും മാപ്പ് വെച്ചിട്ട് കുറച്ചേരം എനിക്ക് കസേരയിൽ ഇരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. സൈക്കോളജിക്കലായിട്ട് ഇത് പൂർണ്ണമാണെങ്കിൽ നിങ്ങൾ സഹകരിക്കില്ല. ഞാൻ ഇരിക്കട്ടെ ഇൻഷാ അല്ലാഹ് കസേര കുറച്ച്. ഇത്തികാഫിന്റെ നെയ്യത്ത് ആരും മറക്കണ്ട. ചിലപ്പം മറന്നവരുണ്ടാവും, അവര് നഷ്ടാണ്. ഒരു മുടക്കില്ല. ഒരു നെയ്യത്തൊന്ന് കൂട്ടി കിട്ടിയാൽ വലിയൊരു നേട്ടാണ്. എല്ലാവരും മനസ്സ് കരുത് നബിത്തുൽ ഇത്തികാഫ ഫീ ഹദൽ മസ്ജിദില്ലാഹി തആല. ഇനി ഇവിടുന്ന് തന്നെയാണ്ട് മരിച്ചെന്ന് കിട്ടുക. എന്നാലിപ്പോ എന്താ, ഇവിടുന്ന് മരിച്ചാൽ ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ തന്നെ ആയിരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പേടിക്കണ്ട, മരിച്ചാലും ഗുണാണ്. കഴിഞ്ഞ വർഷം ഇവിടെ പങ്കെടുത്ത ഒരാൾ എന്നോട് പറഞ്ഞു, മരിക്കായിട്ട് ഞാൻ ഇടങ്ങാറായി. എന്നോട് പറഞ്ഞതാണ്. അയാളെ പെണ്ണുങ്ങളോടും പറഞ്ഞു. എനിക്ക് തോന്നി അപ്പാണ് മരിച്ചാലോന്ന് തോന്നി. മരിച്ചില്ല, വലിയ ഖേദായി എന്ന് പറഞ്ഞു. ഞാൻ മൂപ്പര് പറഞ്ഞു, അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കോച്ചറായിട്ടത്തേക്ക് പോകും, പക്ഷെ അവിടുന്ന് ഞാൻ അള്ളാഹിൽ അങ്ങോട്ട് ലയിച്ചിന്ന്. സത്യത്തിൽ എനിക്കാണ് മരിക്കാൻ ആഗ്രഹമില്ല. അപ്പൊ ഞാൻ മരിച്ചേ നോട്ടാ, എന്നാലും നേട്ടാണ്. അതിനർത്ഥത്തിൽ ഇനിയിപ്പോ ആരെങ്കിലും മരിക്കുന്നൊന്നുമല്ല, യാദൃശികമായിട്ട് ആരെങ്കിലും സമയത്തിട്ട് മരിച്ചെന്നെ കുറ്റം പറയും ചെയ്യരുത്. എല്ലാത്തിനും കൂടി കാരണം മനുഷ്യന്റെ അവസ്ഥയാണെന്നൊന്നും പറയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് മരിപ്പിക്കണ പ്രോഗ്രാം അല്ല, മരണം ഓർമ്മിപ്പിക്കണ ഒരു പരിപാടിയാണ്. ഇന്നുവരെ നമ്മൾ മരണം ഓർത്തതില്ലല്ലോ, ഓർക്കണല്ലോ. ഓർക്കണം എന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ സമയണ്ടിങ് ഓർത്താ മതി, ഓർക്കണം എന്നല്ല പറഞ്ഞത്. അക്സിറോ, ഇക്സാറ, കൽപ്പന ദിക്ർമലല്ല, ഇക്സാറുമല. മരണത്തെ ഓർക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും കണ്ട് ഓർത്താ മതി. ഓർമ്മ ഇക്സാർ ചെയ്യണമെന്ന, അധികരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സിലേക്ക് വരുന്നത് മരിക്കണല്ലോ അടച്ചോനെ, മരിക്കണല്ലോ അടച്ചോനെ, മരിക്കണല്ലോ അടച്ചോനെ എന്ന് ഓർമ്മയായിരിക്കണം എന്നാ. പക്ഷെ ഇന്ന് നേരം വെളുത്ത് ഇരിക്കണതിനിടയിൽ ഞാനിപ്പോ പറഞ്ഞപ്പോ മൗത്ത് എന്ന് കേട്ടപ്പോ അതിന് അർത്ഥം വെച്ചു എന്നല്ലാതെ ഞാൻ നിങ്ങൾ ഓർത്തുക്കണോ. പോവാത്ത സ്ഥലമാണെങ്കിൽ തരക്കടില്ല. കുറെ ആൾക്കാരൊക്കെ മരിച്ചിരുന്നവരൊക്കെ മരിച്ചു, ഇങ്ങുള്ളവരൊക്കെ മരിക്കാത്തവരാണ്, അതിലാണ് ഇപ്പൊ ഞങ്ങളൊക്കെ പെട്ടത് എന്ന തീരുമാനമാണെങ്കിൽ തരക്കടില്ല. മരിച്ചവരെപ്പോഴെങ്കിലും ഓർത്താൽ മതി. പക്ഷെ പോയോരല്ലല്ലോ നമ്മൾ ഓർക്കേണ്ടത്. പോയോരേതായാലും പോയി, ഓർക്ക് ഇനി സക്കറാത്തിന്റെ പേടില്ലല്ലോ, ആ കടമ്പ കഴിഞ്ഞില്ലേ. ഇനി മുങ്കർ നക്കീറിന്റെ പേടില്ല. കുറച്ച് ദിവസമൊക്കെ ഒന്ന് ചോദിച്ച് ഒന്ന് പിടിച്ച് കുലുക്കിയിട്ട് പോകും, പിന്നെ ഓലാണ്ട് വരുന്നില്ല. കുറെ ദിവസം വരുമെന്നാണ്, ഒരു ചോദ്യം ഒന്നല്ല, പിന്നെയും വരുമെന്നാണ്. മുങ്കർ നക്കീർ ചോദിച്ചു പോയിട്ട് പിന്നെ വരാതെക്കൊന്നുമില്ല, പിന്നെയും വരുമെന്നാണ്. ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തിന് ശേഷം പിന്നെയും കുറെ കഴിഞ്ഞപ്പോ, കുറെ ദിവസങ്ങൾ മാസങ്ങൾ കഴിഞ്ഞപ്പോ ഒരാൾ സ്വപ്നം കണ്ടു ഖത്താബിനെ. അപ്പൊ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് വെച്ച്. കുഴപ്പമൊന്നുമില്ല, ഇറ്റിങ്ങൾ എപ്പോഴും വന്ന് സ്വീപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരെന്ന് വെച്ചു മുങ്കർ നക്കീറും മൺറബുക്ക ഇതന്നെ പോലെ പണിയുണ്ടായിരുന്നു.
ഞാൻ മര്യാദക്ക് മറുപടി പറഞ്ഞിരിക്കണേ, എന്നാലേ നിങ്ങൾ പോയി കിട്ടണില്ല. ഇപ്പൊ ഒരാവശ്യം വന്നു പോയിട്ടുള്ളൂ, അതുകൊണ്ട് അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്, വേറൊക്കെ എനിക്ക് സുഖമാണെന്ന് പറഞ്ഞു. അപ്പൊ അത് ഭയങ്കര ചോദ്യം നടക്കും അവിടെ, ഭയങ്കര ചോദ്യം നടക്കും. അത് ഇനി മറ്റവർക്കൊക്കെ പ്രധാനപ്പെട്ട ചോദ്യമൊക്കെ കഴിഞ്ഞു, ഇനി നമ്മളെ മുമ്പിലാണ് ഉള്ളത്. അതുകൊണ്ട് മരിച്ചവരെ കുറിച്ചല്ല ഓർക്കേണ്ടത്, മരിച്ചവരെടുത്ത് പോണത് നമ്മളെ കുറിച്ച് ഓർക്കാനാണ്. അത് ഇതുവരെ നടന്നിട്ടില്ലെങ്കിൽ ഇന്ന് ഓർച്ച് പിരിയണം, അത് പ്രധാനമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കണ അള്ളാനെ വിളിച്ചിട്ട് നമുക്ക് ഇതുവരെ കരയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലായിടത്തും പോകും, കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് നെഞ്ഞത്തടിച്ചിട്ട് ഉള്ള മക്ബറിന്റെ ഉള്ളിലും, മക്ബറിന്റെ ഉള്ളിൽ പോണ്ടെന്നല്ല, മക്ബറിന്റെ ഉള്ളിൽ പോകണം. ഔലിയാക്കൾ കിടക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ എത്തണം. പോകുമ്പോ പെണ്ണുങ്ങൾക്ക് അതിന്റെ ഹിജാബും കാര്യങ്ങളൊക്കെ ഉണ്ടാണെന്ന് മാത്രം, നല്ലതാണ്. പക്ഷെ പോണത് മക്ബറിക്ക് മാത്രമല്ലല്ലോ, അമ്പലത്തേക്കും പോകണ്ടേ. എല്ലാ അമ്പലത്തിന്റെ, എല്ലാ കുമാരന്റെ അടുത്തേക്കും, എല്ലാ തമ്പിന്റെ അടുത്തേക്കും, ലക്ഷ്മിന്റെ അടുത്തേക്കും ഒക്കെ പോവാ. അതിന് ചില ആൾക്കാരൊക്കെ അപ്പൊ എഴുത്ത് കൊടുക്കലുണ്ട്. എങ്ങനെയാ ഉസ്താദ്മാരെ എഴുത്ത് കൊടുക്കണമെന്ന് എനിക്കറിയില്ല. ചില ഉസ്താദ്മാരെ എഴുത്ത് കൊടുക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞയച്ചെന്ന് പറഞ്ഞാൽ മതി, ലക്ഷ്മിന്റെ അടുത്ത് പോയാൽ മതി, സോക്കട് മാറുന്നു. അവരും അള്ളയും കൂടി ആയിക്കോട്ടെ, ഞാൻ അതിൽ ഇടപെടുന്നില്ല. ഞാൻ പഠിച്ച ഇൽമിലൊന്നും, ഞാൻ വായിക്കുന്ന ഒരു മുത്തഅല്ലിമാണ്. അങ്ങനെ ഒരു സംഗതി ഹലാലായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് പോകരുത്. ആയത്തുൽ കുർസിയും ഒതുങ്ങാത്തൊരു സംഗതി ഇല്ല, സ്വലാത്തുകൊണ്ട് പരിഹരിക്കപ്പെടാത്തൊരു സംഗതി ഇല്ല. അത് ഈ പറയണോന് പറ്റൂലെങ്കിൽ വേറെ മുസ്ലിമിന്റെ അടുത്തേക്ക് വിടുക എന്നല്ലാതെ എങ്ങനെ ഈ കാഫറിന്റെ അടുത്തേക്ക് വിടുക? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ അവിടൊക്കെ നമ്മൾ പോവും, പക്ഷേ വിളിക്കേണ്ട ആളെ വിളിക്കൂല. അള്ളാഹുവിന്റെ പുറത്തുള്ള ആൾക്കാരെ വിളിക്കുക, അവിടെ പോവാ. പക്ഷെ അള്ളാഹിനെ മറക്കരുത്. ഭക്ഷണം തന്ന അള്ളാഹ്, വെള്ളം തന്ന അള്ളാഹ്, ഇതേപോലെ നമ്മൾ ആക്കി തീർത്ത അള്ളാഹ്. ഈ സമയത്ത് ഇവിടെ ഒരുമിച്ച് കൂടാൻ ആഗ്രഹമുള്ള എത്ര ആളുകൾ ക്യാൻസർ പിടിച്ച് കിടക്കുകയാണ്. അള്ളാഹു തആല നമുക്ക് ക്യാൻസർ തന്നില്ല, കിഡ്നി വെക്ക് തന്നില്ല, വാദം തന്നില്ല, അല്ലേ, ആക്സിഡന്റിൽ പെടുത്തിയില്ല. ഞാൻ ഇപ്പൊ 4-5 ദിവസം മുമ്പ് ഒരു യാത്രക്കിടയിൽ ഒരു ചെറുപ്പക്കാരൻ ആക്സിഡന്റ് ആയി കിടക്കുകയാണ്. നമ്മളൊരു സുഹൃത്ത് അവിടെ കയറി, കണ്ണ് നിറഞ്ഞുപോയി. ഗൾഫിൽ വലിയ പണിയുള്ള ആളാണ്, നല്ല ശമ്പളം വാങ്ങുന്ന ആളാണ്. നാട്ടിൽ വന്നപ്പോ ടൂ വീലർ എടുത്തിട്ട് പെങ്ങളെ വീട്ടിൽ പോയതാണ്. വണ്ടി തട്ടിയിട്ട് റോട്ടിൽ കിടന്ന് പടഞ്ഞു. ഇനി പൊടിയാത്ത എല്ലൊന്നുമില്ല, സകല എല്ലും പൊട്ടിക്കണം. സകല എല്ലും പൊട്ടിയിട്ട് ഞാൻ അവിടെ പോയപ്പോ എനിക്ക് തിരക്കുണ്ടേനു. ഓനെ മൂത്രയിപ്പിക്കാൻ വേണ്ടി കൊണ്ടായതാണ്. 35 വയസ്സുള്ള ഒരു മനുഷ്യനെ 4 ആള് കൂടിയിട്ടാ മൂത്രയിപ്പിക്കാൻ കൊണ്ടിരിക്കണം. ഒരു വയസ്സുള്ള കുട്ടീനല്ല. എന്നിട്ട് മൂത്രയിപ്പിച്ചിട്ട് കൊടുന്ന് കിടത്തിയിട്ട് എന്നോട് പറഞ്ഞു, ഇനി ഉസ്താദ് കയറിക്കോളിന്ന് പറഞ്ഞു. ഞാൻ കയറിയപ്പോ കട്ടുമ്പോ അങ്ങനെ കിടന്നോടത്ത് കിടന്നിട്ട് അങ്ങനെ ആക്കിയിട്ട് കണ്ണില് വെള്ളം നിറച്ചു. ദ്വാരക്കണം എന്നാണ് പറഞ്ഞത്, പറയാനും വെച്ച. ഇത് നമ്മക്ക് വന്ന എന്തായിരിക്കും അവസ്ഥ? നമ്മളപ്പോ നല്ല മിടുക്കുള്ള ആളായിരുന്നു, നല്ല മിടുക്കായിരുന്നു. അല്ലാഹു തആല അദ്ദേഹത്തിന് സലാമത്ത് കൊടുക്കട്ടെ. അതുകൊണ്ട് ഞമ്മക്കിവിടെ ഇങ്ങനെ ഒരുമിച്ച് വിടാൻ പറ്റി. എങ്ങനെ അനുഗ്രഹം ചെയ്ത അള്ളാനെ ഒന്ന് വിളിച്ചിട്ട് നമുക്കൊന്ന് കരയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന്റെ ഭാഗമായി നിങ്ങളെല്ലാരും അള്ളാഹുവിന്റെ റഹ്മത്ത് ഇവിടെ പല ഉസ്താദ്മാരും പറഞ്ഞല്ലോ, റഹ്മത്ത്, അള്ളാഹു റഹ്മാൻ, അള്ളാഹു റഹീം. ഖുർആൻ ഇങ്ങോട്ട് മറിച്ചാൽ ആദ്യം കാണുന്നത് റഹ്മാൻ റഹീം. ബിസ്മില്ലാഹിൽ അലീമിൽ ജബ്ബാർ എന്ന് അള്ളാഹ്ക്ക് പറയാൻ കഴിയാത്തോണ്ടല്ല. എന്നാ ഞാൻ റഹ്മാൻ എന്ന് പറഞ്ഞു, അപ്പൊ ബിസ്മില്ലാഹി റഹ്മാനിൽ ജബ്ബാർ എന്ന് പറഞ്ഞാൽ പോരെ? രണ്ടു റഹ്മത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്നിട്ട് പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അതും റൗഫത്ത്. കാരണം തെർബിയത്ത് എന്നാണ് റൗഫത്ത് എന്ന് വരുന്ന. പിന്നെ അർറഹ്മാനിർ റഹീം. നിങ്ങള് ഇവിടെ ഒന്നും മുൻതഖീം, ജബ്ബാർ, മാനിഅ ഇതൊന്നും പറഞ്ഞില്ല. അള്ളാന്റെ നയം കാരുണ്യാണ്. അതുകൊണ്ട് അള്ളാഹു നമ്മൾ വെറുതാക്കൂല. തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മളാരും പടച്ചോനാന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞണോ? പടച്ചോനാന്ന് പറഞ്ഞ ആളെ വരെ അള്ളാഹു സ്നേഹിച്ചിട്ടുണ്ട്. നമ്മൾ പടച്ചോനാന്ന് പറഞ്ഞിട്ടില്ല. തെറ്റുകൾ അള്ളാഹു നമുക്ക് പുറത്തേറ്റ് നാളെ തെറ്റ് ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുകയും ചെയ്യട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ ലൈറ്റൊക്കെ കെടുത്താൻ പോവാണ്. ലൈറ്റൊക്കെ ആണ് കെടുത്തുന്നത് എന്തിനാ വെച്ചാൽ ഇരുട്ടുണ്ടാകാനാണ്. ഇരുട്ടുണ്ടാകുമ്പോ നിങ്ങളൊന്ന് കണ്ണടക്കും ചെയ്യും. ഇത് എന്തിനാണ് എന്ന് പറഞ്ഞാല് മൗത്തൊന്ന് ഓർക്കാനാണ്. ഞമ്മക്ക് ഒരുപാട് തടസ്സങ്ങളാണ് കൽബിൽ. ഇങ്ങനെ ചിന്ത വേണം വിചാരിച്ചാലും ആ ചിന്ത, മുടിയൾച്ചില്, കുടിരിക്കല്, നോമ്പറ, നിക്കാഹ്, ഷോപ്പിംഗ്, കച്ചവടം, ചെറുനാരങ്ങ, ഇഞ്ചി എന്നിങ്ങനെ പോവാണ് പട്ടിക. അപ്പൊ ഇങ്ങോട്ട് കൽബ് കൊണ്ട് ഒതുങ്ങി കിട്ടുന്നില്ല, ഒരു പോയിന്റിക്ക് വരണില്ല. ആവശ്യമില്ലാത്തൊക്കെ കൂടി കൽബിൽ നിറഞ്ഞൊഴുകൊണ്ട് ആവശ്യമില്ലാണ്ട് കയറുന്നില്ല. കൽബിനൊരു കപ്പാസിറ്റി ഉണ്ടല്ലോ, അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കയറൂലല്ലോ. കമ്പ്യൂട്ടറിനില്ലേ, എല്ലാത്തിനുണ്ടല്ലോ ഒരു പരിധി. അപ്പൊ കൽബിൽ ആവശ്യമില്ലാത്തൊക്കെ കൂടി അടിഞ്ഞു കൂടിയിട്ട് ആവശ്യമുള്ളത് കൊണ്ട് കയറി കിട്ടുന്നില്ല.
ഈ സദസ്സിന് ആവശ്യമില്ലാത്ത തൽക്കാലം ഒന്നാണ് പുറത്താക്കി ആവശ്യമുള്ളതുകൊണ്ട് കയറി കിട്ടും. അപ്പൊ നയനങ്ങൾ നിറയും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ലൈറ്റൊക്കെ ഒന്നുണ്ട് ഇൻഷാ അല്ലാഹ് കിട്ടും. എല്ലാം കിട്ടും. ലൈറ്റൊക്കെ ഒന്നാണ്ട് ഓഫാക്കണം. ലൈറ്റൊക്കാണ്ട് ഓഫാക്കിയാല് ഉറങ്ങാൻ നല്ല സുഖമാണ്. വേണമെങ്കിൽ അങ്ങനത്തെ ഒരു സൗകര്യത്തിലേക്ക് ഇറങ്ങാവുന്നതാണ്. പക്ഷെ സൗഭാഗ്യം നഷ്ടപ്പെടുന്നു മാത്രം. അതുകൊണ്ട് രോഗികളല്ലാത്തവരും പ്രായാധിക്യ ക്ഷീണത്തിനില്ലാത്ത യുവാക്കളൊക്കെ ആണെങ്കിൽ ചാരിരിക്കൽ ഒഴിവാക്കിയ വലിയ ഗുണമാണ്. കഷ്ടപ്പാടുണ്ടാവും. കാരണം തിങ്ങി നിറഞ്ഞൊരു സദസ്സില് ചാരിയിരിക്കുമ്പോ മുട്ടുമെന്ന് വേദന തുടങ്ങും, ഊരമ്മക്ക് കയറും, പിന്നെ നടുപ്പുറത്തു കൂടി ഇങ്ങനാണ്ട് പെരടിയൊക്കെ ഇങ്ങനെ വരും, ചേര അരിച്ചു വരണായിരുന്നു ഉണ്ടാവും. നമ്മളിന്ന് ത്യാഗത്തിന് വേണ്ടി വന്നതല്ലേ, കഷ്ടപ്പെടാൻ വേണ്ടി വന്നതല്ലേ. കറുകത്തീർത്തിയിൽ 26-ാവിന്റെ അന്ന് നല്ലോ സുഖിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ട്, പോച്ച് കിടന്നുറങ്ങും ചെയ്യാ എന്ന് പറഞ്ഞു കേട്ടിട്ട് ഓടി വന്നല്ലോ നിങ്ങള്. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ വന്നാണ്. അപ്പൊ ഇന്ന് കഷ്ടപ്പെടാൻ വേണ്ടി മാറ്റിവെച്ച രാത്രിയാണ്. കഷ്ടപ്പാടുണ്ടാവും, അതിൽ ആർക്കും ബുദ്ധിമുട്ടോ പ്രയാസമോ ക്ഷീണോ ഉണ്ടാവരുത്. അത് വെച്ചിട്ട് പിശാച് നമ്മളെ ഉറക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ആവും ചെയ്യരുത്. പതിരാവാണ്, സ്വാഭാവികമാണ് ഉറക്കം. ആരെങ്കിലും ഉറങ്ങിയവൻ തെറ്റുകാരനാണെന്നല്ല ഈ പറഞ്ഞത്. എന്നാലും ആവശ്യത്തിലേക്ക് വരാൻ ആ ഉറക്കം തടസ്സമാവും. അതുകൊണ്ട് ഉറക്കം ഓരോ ആളുകൾ ഓരോരുത്തരെ നിയന്ത്രിക്കണം. തൊട്ടടുത്തുള്ള ആൾ ഉറങ്ങുകയാണെങ്കിൽ ഓനെ വല്ലാതെ നിയന്ത്രിക്കണ്ട. കാരണം പിന്നെ നിങ്ങൾ കണ്ണടച്ചാലും ഉറങ്ങാൻ നേരിട്ട് ഇങ്ങനെ തോണ്ടിക്കൊണ്ട് നിൽക്കും. അപ്പൊ ഓരോരുത്തരെ നിയന്ത്രിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. ഇനി ലൈറ്റൊക്കെ ഓഫാക്കാം. ഈ ലോകത്ത് ഏറ്റവും വലിയൊരു അമലാണ് ഫിക്ർ. തഫക്കുറു സഅത്തിൻ ഖൈറു മിൻ ഇബാദത്തി 60 സന നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റ മണിക്കൂർ നേരത്തെ ചിന്ത സംസാരമല്ല, പ്രഭാഷണമല്ല, ഒറ്റ മണിക്കൂർ നേരത്തെ ചിന്ത. ആ ചിന്തക്ക് അള്ളാന്റെ ഹബീബ് നൽകിയ ഓഫർ ഖൈറു മിൻ ഇബാദത്തി 60 സന, 60 കൊല്ലത്തെ ഇബാദത്തിനേക്കാൾ, 60 കൊല്ലത്തെ ഇബാദത്ത് എന്നല്ല, 60 കൊല്ലത്തെ ഇബാദത്തിനേക്കാൾ. അത് 90 കൊല്ലാവാ, 900 കൊല്ലാവാ, 90 ലക്ഷം കൊല്ലാവാ, ലിമിറ്റ് പറഞ്ഞിട്ടില്ല. 60 കൊല്ലത്തെ ഇബാദത്തിനേക്കാൾ പ്രതിഫലാർഹമാണ് ഒറ്റ മണിക്കൂർ നേരത്തെ ചിന്ത എന്ന് അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്തിന്റെ നാവിൽ നിന്ന് വന്നതാണ്. അത് തെറ്റൂല, അത് കിട്ടാതിരിക്കൂല. പക്ഷേ നഷ്ടപ്പെട്ടത് നമുക്കാണ്. ഇന്ന് വരെ ആ ഒരു മണിക്കൂർ ചിന്തക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമ്മൾ മറന്നുപോയി, അല്ലെങ്കിൽ ദുന്യാവിന്റെ ജീവിതത്തിൽ തളർന്നുപോയി, അല്ലെങ്കിൽ നമുക്ക് ആ ഭാഗ്യം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഏറ്റവും വലിയ നഷ്ടപ്പെട്ടൊരു ഭാഗ്യത്തെ ഓർമ്മയോടെ പിടിച്ചെടുത്ത് അനുഭവിച്ച് സുഖിച്ച് ആസ്വദിച്ച് ദോഷങ്ങളാകുന്ന കീടങ്ങളെ ഉരുക്കി കരിച്ച് ഒരു പുതിയ പുത്തനുറവിന്റെ ജീവിതത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടി, തക്കവയെ മാടി വിളിക്കാൻ വേണ്ടി കടന്നു വന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, തൽക്കാലം മനസാന്തരങ്ങളിൽ നിന്ന് ഭാര്യയുടെ ഓർമ്മയെ മാറ്റിവെക്കുക, മക്കളെ കുറിച്ചുള്ള സ്മരണയെ വലിച്ചെറിയുക, കച്ചവടം തൽക്കാലം കൽബിൽ നിന്ന് പള്ളിക്കാട്ടിലേക്ക് വലിച്ചെറിയുക. നമ്മുടെ ജീവിതത്തിന്റെ മറ്റ് എല്ലാ മേഖലകളും, എല്ലാ അനക്കങ്ങളും, എല്ലാ രീതികളും, എല്ലാ ആഗ്രഹങ്ങളും, തേട്ടങ്ങളും, അജണ്ടകളും, നമ്മുടെ ജീവിതത്തിന്റെ ചിന്തകളും മേപ്പുകളും എല്ലാം തൽക്കാലം ഈ ഒരു സന്ദർഭത്തിൽ എന്ന മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഓഫറിൽ പെടാൻ വേണ്ടി തൽക്കാലം ഒന്ന് മാറ്റിവെച്ച്, ഇന്ന് വരെ നമുക്ക് നഷ്ടപ്പെട്ട ഒരു സൗഭാഗ്യമുണ്ട്. എടുക്കൽ അത്യാവശ്യമായി എടുക്കാൻ കടന്നു വരാതെ നാം വിസ്മരിച്ചു പോയ ഒരു വലിയ സൗഭാഗ്യമുണ്ട്. അത് അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. നമ്മൾ ഭാര്യനെ ഓർക്കാറുണ്ട്, ഭർത്താവിനെ ഭാര്യമാർ ഓർക്കാറുണ്ട്, വീട് ഓർക്കാറുണ്ട്, കച്ചവടം ഓർക്കാറുണ്ട്, വണ്ടി ഓർക്കാറുണ്ട്, പണം ഓർക്കാറുണ്ട്, സ്നേഹിതന്മാരെ ഓർക്കാറുണ്ട്, പറമ്പ് ഓർക്കാറുണ്ട്, കച്ചവടം ഓർക്കാറുണ്ട്, എല്ലാം ഓർക്കാറുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ കഴിക്കേണ്ട ഗുളിക എങ്ങാനും ഒരു സമയം തെറ്റിയിട്ട് മറന്നുപോയാൽ ഞെട്ടിയിട്ട് പറയും, പഠിച്ചോനെ ഉച്ചക്ക് എനിക്ക് ഓർമ്മയില്ലല്ലോ എന്ന് പറയും. എല്ലാം ഓർക്കുന്ന നമ്മൾ ഇതെല്ലാം ഒരുക്കി സംവിധാനിച്ച് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹത്തിന്റെ പേമാരിയിൽ, അനുഗ്രഹത്തിന്റെ പറുദീസയിൽ രാജാവിനെ പോലെ എല്ലാം ചെയ്തു തന്നെ നമ്മുടെ ജീവിപ്പിക്കുന്ന, നമ്മെ ഭക്ഷിപ്പിക്കുന്ന, നമ്മെ കുടിപ്പിക്കുന്ന, നമ്മെ സുഖിപ്പിക്കുന്ന, ആരോഗ്യം നമ്മെ അനുഗ്രഹിച്ച അല്ലാഹു ആകുന്ന ഖാലിഖിനെ ഇന്ന് വരെ ഓർക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പടച്ചോനെ എന്ന് വിളിച്ചോർത്ത് കരഞ്ഞ്
ദഹനങ്ങൾ നിറഞ്ഞ് മുത്തഖീങ്ങൾ ഖബറിൽ പോയി സുഖിക്കുമ്പോൾ 40ഉം 50ഉം 90ഉം വയസ്സും ജീവിച്ചിട്ട് ജീവിതാധ്യായത്തിൽ ഒരു സ്ഥലത്ത് പോലും അല്ലാഹ് എന്ന് വിളിച്ച് കരയാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പരാജയത്തിന്റെ ലക്ഷണവും നിർഭാഗ്യത്തിന്റെ ലക്ഷണവുമാണ്. അതുകൊണ്ട് ഇന്ന് വരെ നഷ്ടപ്പെട്ട ആ സൗഭാഗ്യത്തെ തിരിച്ചു പിടിക്കാൻ ഒരു ഖേദബോധത്തോടുകൂടി നാം എളിയ യജ്ഞം നടത്തുകയാണ്. അള്ളാഹു സാക്ഷാത്കരിക്കട്ടെ, അള്ളാഹു പൂർണ്ണമായി വിജയിപ്പിക്കട്ടെ. അതുകൊണ്ട് എല്ലാവരും കണ്ണടക്കുക, എല്ലാവരും കണ്ണടക്കുക. നീ ഞാൻ പറയുമ്പോ മാത്രം തുറന്നാൽ മതി. എല്ലാരും കൊണ്ടടക്കുക. കണ്ണടച്ചിട്ട് തൊണ്ടനക്കണ്ട, നാവനക്കണ്ട, ചുണ്ടനക്കണ്ട. ഈ ഇരുന്ന ഇരുത്തത്തില് നമ്മളെ ഇതേ നിലയിൽ ഹിദായത്തിന്റെ കാര്യം ആദ്യം കണ്ട് ഓർക്കുക. ഏതോ കേരളത്തിലെ ഏതോ ഒരു അയ്യപ്പന്റെ മോനായി, ലക്ഷ്മിയുടെ മോനായി, പൂജാരിയുടെ മകനായി അമ്പലത്തിന്റെ അരികിലുള്ള ചെറിയ വീട്ടിൽ ബിംബങ്ങളെ കൂട്ടമായി വെച്ച വീട്ടില് ഏതോ ഒരു ലക്ഷ്മിയാണ് നമ്മളെ പ്രസവിച്ചതെങ്കിൽ, ഏതോ ഒരു ജാനുവാണ് നമ്മൾ പ്രസവിച്ചതെങ്കിൽ, ഏതോ ഒരു കുമാരന്റെ മോഹനായിട്ടാണ് നമ്മൾ വളർന്നതെങ്കിൽ ഒരിക്കലും തന്നെ ഈ സൗഭാഗ്യത്തിൽ നമ്മൾ എത്തൂല. ഇത് നമ്മൾ ഔദാര്യമല്ല, ബുദ്ധിയുള്ളതുകൊണ്ട് ഹിദായത്ത് കിട്ടൂല. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുണ്ട്, 90% മുസ്ലിമീങ്ങളല്ല ഇന്നത്തെ അവസ്ഥയിൽ. ബുദ്ധി മനുഷ്യനെ ഹിദായത്തിൽ എത്തിക്കൂല. അത് അള്ളാഹുവിന്റെ വരദാനമാണ്. അള്ളാഹു ഒരു മുസ്ലിമായ വാപ്പാന്റെ, മുസ്ലിമത്തായ ഉമ്മന്റെ, ഇസ്ലാമിക കുടുംബത്തിൽ നമ്മൾ ജനിപ്പിച്ചു. അപ്പൊ ഇനി ഷഹാദത്ത് കലിമ ചൊല്ലാതെ ആ പാരമ്പര്യ ഗുണത്തിൽ വിശ്വാസത്തിലായിട്ട് ഇങ്ങനെ മദ്രസയിൽ ചേർന്ന് ഇങ്ങനെ നമ്മൾ പഠിച്ചു വന്നു. ഇത് അള്ളാഹുവിന്റെ വലിയ ഔദാര്യമാണ്. നമ്മൾ അവകാശമല്ല, അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അള്ളാഹു നമ്മളെ മനുഷ്യനാക്കി, മുസ്ലിമാക്കി. അതിന് പുറമെ അള്ളാഹു നമ്മളെ അവന്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെടുത്തി. ഈ ലോകത്തെ ഏറ്റവും വലിയ മഹാന്മാർ ഹബീബിന്റെ ഉമ്മത്താണ്. ഈസാ നബി ഈ ഉമ്മത്തിൽ പെടാൻ കൊതിച്ചിട്ടുണ്ട്, മൂസാ നബി ഈ ഉമ്മത്തിൽ പെടാൻ കൊതിച്ചിട്ടുണ്ട്, ഇബ്രാഹിം നബി അലി ഇസ്ലാം ഈ ഉമ്മത്തിൽ പെടാൻ കൊതിച്ചിട്ടുണ്ട്. ഈ ഉമ്മത്തിന്റെ മഹത്വവും വലുപ്പവും, ഈ ഉമ്മത്തിന്റെ കനവും ഗാംഭീര്യവും, ഈ ഉമ്മത്തിന്റെ ഫളലും ഖദറും ദറജയും അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ വായിച്ചപ്പോൾ അല്ലാഹുമ്മ ജഅൽനി മിൻ ഉമ്മത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരുപാട് അമ്പിയാക്കൾ ദുആ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഉമ്മത്തിലാണ് നമ്മൾ പെട്ടിട്ടുള്ളത്. അത് അള്ളാഹു നമുക്ക് തെരഞ്ഞെടുത്ത ഒരു വലിയ സൗഭാഗ്യമാണ്. ഇങ്ങനെ അനുഗ്രഹങ്ങളെ കൊണ്ട് നമ്മളെ വളർത്തി തർബിയത്ത് ചെയ്യുന്ന റബ്ബ്. അതിന് പുറമെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം നിയമച്ചുകൾ, കണ്ണ്, മൂക്ക്, കാല്, ചെകിട്, ഒരുപാട് ആളുകൾ ശ്വാസം വിടാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന രോഗികളെ നമ്മൾ ഓർക്കണം. ആ സമയത്ത് അള്ളാഹു നമുക്ക് ക്യാൻസർ തന്നില്ല, അറ്റാക്ക് തന്നില്ല, കിഡ്നി വീക്ക് തന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ മരിക്കാൻ വേണ്ടി കബർ കുഴിച്ച് കാത്തിരിക്കുന്ന 25-കാരൻ, 26-കാരൻ, ഒരുപാട് സ്ഥലങ്ങളിൽ നോമ്പ് നോൽക്കാൻ കഴിയാതെ കഷ്ടപ്പെട്ടുകൊണ്ട് നോമ്പ് തുറക്കുന്ന മുഅ്മിനീങ്ങളെ കണ്ട് പൊട്ടിക്കരയുന്ന സ്വാലിഹീങ്ങൾ, മാരക രോഗികൾ അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. അതിലൊന്നും അല്ല നമ്മൾ പെടുത്തിയില്ല. ആ അള്ളാനെ മനസ്സുകൊണ്ടൊന്ന് ഓർക്കുക. നാവ് വേണ്ട, തൊണ്ട ചലിപ്പിക്കണ്ട, ചുണ്ട് ചലിപ്പിക്കണ്ട, അള്ളാന്നുള്ള ഓർമ്മ മനസ്സുകൊണ്ട് എല്ലാവരും ഒന്ന് ഓർക്കുക. അല്ലാ എല്ലാം അറിയുന്ന റബ്ബ്, ഇത് നോക്കി കാണുന്ന റബ്ബ്. ഈ രാത്രിയിൽ മുഅ്മിനീങ്ങൾ എല്ലാം മറന്ന് അവന്റെ ഓർമ്മയിൽ, അവന്റെ പള്ളിയിൽ ഇത്തികാഫിന്റെ നിയ്യത്തോടെ ഇരിക്കുമ്പോ ഇത് നോക്കി കാണുന്ന റബ്ബ്, മലക്കളോട് നമ്മളെ നോക്കി അഭിമാനം പറയുന്ന റബ്ബ്. ഇൻഷാ അല്ലാഹ് ആ റബ്ബിനെ മനസ്സുകൊണ്ട് എല്ലാവരും ഒന്ന് ഓർക്കുക. അവനാണ് ഭക്ഷണം തരുന്നത്, അവനാണ് വെള്ളം തരുന്നത്, അവനാണ് വായു തരുന്നത്, ശ്വാസവും നിയന്ത്രിക്കുന്നത് അവനാണ്. നമ്മളൊക്കെ അവന്റെ നിയന്ത്രണത്തിലാണ്. അവനെ മറക്കാൻ പറ്റൂല. കുതിരി ഓടാൻ ഒരാൾക്കും കഴിയൂല. എല്ലാം അവന്റെ നിയന്ത്രണത്തിലാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹനെ എല്ലാവരും മനസ്സുകൊണ്ടൊന്ന് ഓർക്കുക. ഇന്ന് വരെ നഷ്ടപ്പെട്ട, ആഗ്രഹിച്ച, എന്നാൽ നഷ്ടപ്പെട്ട ആ സൗഭാഗ്യത്തെ ഈ രാത്രിയിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുക.
സൃഷ്ടിച്ച ഖാലിഖായ റബ്ബിനെ, ഹിദായത്ത് തന്ന് അനുഗ്രഹിച്ച റബ്ബിനെ. ഈ ഓർമ്മയിൽ മെല്ലെ അല്ലാ എന്ന ഇസ്മിലേക്ക് നമ്മൾ വഴിമാറുകയാണ്. എല്ലാവരും ഒന്ന് മെല്ലെ അല്ലാ. ഇത് ഇന്നത്തെ സംഗീതമാണ്. അല്ലാ 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 അല്ലാ. ഒരു മോമിന്റെ പേടിയും സന്തോഷവും അല്ലാ എന്ന ദിക്റിമലാണ്. മോമിനിയങ്ങൾ അല്ലാ എന്ന് പറയുമ്പോൾ ബേജാറാകുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അല്ലാ അല്ലാ അല്ലാ. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ചരിത്രങ്ങൾ കേട്ടില്ലേ? സ്വന്തം ശരീരത്തെ പാതിരാവിൽ കുത്തിയിരുത്തിയിട്ട് നടുമ്പുറത്ത് അടിക്കുകയാണ്. അവരെ മയ്യത്ത് കുളിപ്പിച്ചപ്പോ പുറത്ത് കറുത്ത പാട്. പാതിരാവിൽ എണീറ്റിട്ട് അള്ളാനെ ഓർത്തിട്ട് സ്വന്തം കൈകൊണ്ട് അടിച്ചിട്ട് പാടുണ്ടാക്കിയ ഉമറിനെ കുറിച്ച് കേട്ട പ്രിയപ്പെട്ടവരെ, നമ്മൾ ശരീരത്തിന് അടിക്കണ്ട, മുറിയാക്കണ്ട, ചാട്ടവാറെടുക്കണ്ട, കൽബിനൊന്ന് അടിച്ചാ മതി. അല്ലാ അല്ലാ അല്ലാ. നാളെ പോവാനുള്ളത് അള്ളാന്റെ അടുത്തേക്കാണ്. ഈ കുടുംബത്തിനും സുഖത്തിനും ഒക്കെ പിരിഞ്ഞിട്ട് നമ്മൾ പോയി കിടക്കുന്നത് ഭാര്യന്റെ അടുത്തല്ല, ഖാലിഖായ റബ്ബിന്റെ അടുത്താണ്. അല്ലാ. ഇന്ന് വരെ അന്നം തന്ന റബ്ബിനെ മറന്നാൽ അത് അപകടമാണ്. അള്ള തന്ന അന്നത്തിന് നമ്മൾ ബില്ലടച്ചിട്ടില്ല. അള്ള തന്ന പാർപ്പിടത്തിന് നമ്മൾ വാടക കെട്ടിയിട്ടില്ല. എല്ലാ സുഖവും ഓസിയായി അനുഭവിച്ചിട്ട് തിന്നു മുടിച്ച് അള്ളാനെ മറന്ന് നമ്മൾ ഈ രാത്രിയിൽ ഓർക്കുകയാണ്. അല്ലാഹ് 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 അല്ലാഹ്. ഈ പാതിരാത്രി തൊണ്ടയിടറി കൽബ് പൊട്ടി അല്ലാ എന്നൊന്ന് വിളിച്ചാൽ അത് അർശിനെ കുലുക്കുന്നതാണ്. അല്ലാഹ് 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 അല്ലാഹ്. പലരെയും വിളിച്ച് കരഞ്ഞ നമ്മൾ ഇതുവരെ വിളിക്കേണ്ട ആളെ വിളിച്ചിട്ടില്ല. അല്ലാഹ് യാ റബ്ബ്. അല്ലാഹ് 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 അന്നനാളവും ശ്വസനാളവും നിയന്ത്രിക്കുന്നത് അവനാണ്. കിഡ്നിയെ പ്രവർത്തിപ്പിക്കുന്നത് അവനാണ്. തലച്ചോറ് നിയന്ത്രിക്കുന്നത് അവനാണ്. നരമ്പുകളെ നിയന്ത്രിക്കുന്നത് അവനാണ്. ഉള്ളിന്റെ ഉള്ളിൽ ഒരു വൈറസ് കടന്നുകൂടിയാൽ തട്ടിമാറ്റാൻ നമുക്ക് കഴിയൂല, ഡോക്ടർമാർക്ക് കഴിയൂല. വല്ലതും അടിഞ്ഞുകൂടിയെങ്കിൽ ഈ ഇസ്മിന്റെ ബഹുമാനം കൊണ്ട് അള്ളാഹു ഈ രാത്രിയിൽ കരിച്ചു കളയും ഇൻഷാ അല്ലാഹ്. ഇപ്പൊ മലക്കുകൾ സന്തോഷിക്കുകയാണ്. ലൈലത്തുൽ ഖദറിൽ മലക്കുകൾക്ക് വേണ്ടത് ഇതാണ്. അല്ലാഹ് അല്ലാഹ് യാ അല്ലാഹ് 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 അല്ലാഹ്
അല്ലാ, ഈ പാതിരാവിന്റെ ഉള്ളറയിൽ ഓരോരുത്തരും ഓരോ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും പ്രയാസങ്ങളും മനസ്സിൽ വിളിച്ചോളൂ, അള്ളാനെ വിളിച്ചോളൂ. വൈദാ സാലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ്ദാ. ഈ ആയത്ത് പുലരട്ടെ. അല്ലാഹ് 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 അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ശത്രുവിനും നമ്മെ ഒന്നും ചെയ്യാൻ പറ്റൂല, ഒരു കൊലയാളിക്കും ഒന്നും ചെയ്യാൻ പറ്റൂല, ഒരു സാഹിറിനും ഒന്നും ചെയ്യാൻ പറ്റൂല. ഇപ്പൊ പിശാചി നിരാശയിലാണ്. അല്ലാഹ് 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 എല്ലാരും എല്ലാരും അല്ലാഹ് ആ ഇസ്മിൽ നിന്ന് എല്ലാവരും ഒരു ഓർമ്മയിലേക്ക്. കണ്ണാരും തുറക്കരുത്, കണ്ണാരും തുറക്കരുത്. ഇനി എല്ലാരും നിശബ്ദരാവുക. അല്ലാഹ് എന്ന ആ ഇസ്മിനെ ഉള്ളിൽ വഹിച്ച് എല്ലാരും നിശബ്ദരാവുക. ഇനി നമ്മൾ ഓർക്കുന്നത് യഥാർത്ഥൊരു യാത്രയാണ്. ഗൾഫിലേക്ക് ഒരാൾ തീരുമാനിച്ചാൽ യാത്ര മുടങ്ങിന്ന് വരാം, കല്യാണം തീരുമാനിച്ചാൽ മുടങ്ങിന്ന് വരാം, പരീക്ഷയ്ക്ക് പോകാൻ തീരുമാനിച്ചാൽ മുടങ്ങിന്ന് വരാം. പക്ഷേ ഖബറുക്കുള്ള യാത്ര മുടങ്ങൂല. അതുകൊണ്ട് ഖബറുക്കുള്ള യാത്രയെ ഓർക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ പറയാ കേൾക്കുക എന്നല്ലാതെ ഓർത്തിട്ടില്ല. നമ്മൾ ആ ഓർമ്മയ്ക്ക് പോവാണ്. ഒരുപക്ഷെ ഇന്ന് മരിച്ചുകൂടായില്ല. ഇന്നലെ എന്റെ വാള് കേട്ട ഒരാൾ ഇന്ന് ഖബറിന്റെ അടിയിലാണ്, മലപ്പുറത്ത് പൊടിയാട്ട്. ദിവസം മരിക്കുകയാണ്, ഇന്നും മരിച്ചു. ഇന്നലെ നോമ്പറന്ന കുറെ ആൾക്കാർ ഇന്ന് മരിച്ചു. അതുകൊണ്ട് എപ്പോഴാണ് പോവുകയെന്ന് പറയാൻ പറ്റൂല. ആ യാത്ര നമുക്ക് ഓർക്കണം പ്രിയപ്പെട്ടവരെ. അത് മറന്നും പൊട്ടനാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ പൊട്ടൻ മൗത്തിനെ മറന്നവനാണ്. കാരണം പോണ്ട സ്ഥലമാണ്. അതുകൊണ്ട് എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ പറ്റൂല. പ്രസംഗം നിർത്തി പോകേണ്ടി വരും, ദർശ നിർത്തി പോകേണ്ടി വരും, പാട്ട് നിർത്തി പോകേണ്ടി വരും, കച്ചവടം നിർത്തി പോകേണ്ടി വരും. എല്ലാരും പിരിഞ്ഞു പോവാണ്. നിങ്ങളെല്ലാരും ആ ഓർമ്മക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും മരിക്കണ ആ രംഗം ഓരോരുത്തരും കൽബിലൊന്ന് കൊണ്ടുവരിക. ഒരു വേദന ഇങ്ങനെ കേറുകയാണ്. അതിന് സോക്കടൊന്നും വേണ്ട. അറ്റാക്ക് അധികരിച്ച കാലാണ്. സോക്കടില്ലാതെ പെടുന്നതിന് എത്ര ആൾക്കാരാ മരിക്കണത്. പ്രസംഗത്തിനിടയിൽ മരിച്ചു, ഖുതുബന്റെ ഇടയിൽ മരിച്ചു, ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ മരിച്ചു, പാട്ട് പാടുന്നതിനിടയിൽ മരിച്ചു, ലേഖനം എഴുതുന്നതിനിടയിൽ മരിച്ചു, പരീക്ഷാ ഹാളിൽ മരിച്ചു, പരീക്ഷ നടത്തുന്ന ഉദ്യോഗസ്ഥൻ മരിച്ചു,
അപ്പൊ അതുകൊണ്ട് വിദൂരല്ല, എല്ലാരും പ്രത്യേകിച്ച് ഞാനും ആ മരണം ഒന്നങ്ങോട്ട് ഓർത്തോളിയും. അതാ വരുന്ന വേദന, വേർപ്പ്, കണ്ണ് മഞ്ഞളിക്കണ്. ആ ഭാര്യ ചോദിച്ചു, എന്താ അങ്ങക്ക് ഉണ്ടാൻ കഴിയണില്ല? പെണ്ണുങ്ങള് മക്കളോട് വരാൻ പറഞ്ഞ്, പഠിച്ചോനെ പഠിച്ചോനെ, എല്ലാരും കൂടി കൂടിയപ്പോ മൂപ്പരെ കണ്ണിങ്ങനെ പൊന്താണ്. എന്താന്ന് നിങ്ങൾക്ക്? ഓരോ ചോദ്യാണ്. എന്താ നിങ്ങൾക്ക്? മക്കളിപ്പാ അപ്പാ. പക്ഷേ മൂപ്പർക്ക് മനസ്സിലായി ഇതാ വാതിൽ കേട്ട സംഗതിയാണ്. ഇതാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ് വظن انه الفراق والتفت الساق بالساق الى ربك يومئذ المساق. പഠിച്ചോനെ, മനുഷ്യനതാ വിറക്കണ്. സുബ്ഹാനല്ലാഹ്. മനസ്സിലായി, കുട്ടികൾക്ക് മനസ്സിലായി പൊടുത്തം വിട്ടുകണ്. വിവരമുള്ള ഒരാള് പെട്ടെന്ന് ചാടി വന്നിട്ട് തിലക്കയും ചൊല്ലി കൊടുക്കാൻ തുടങ്ങി. ഒരാളതാ വെള്ളപ്പാത്രേറ്റ് ഓടി വരുന്നേ. എന്തൊക്കെ പറയണമെന്നുണ്ട്, പറ്റണില്ല. വണ്ടി കഴിഞ്ഞ മണിക്കൂറിൽ ചീറിപ്പാനി പോയവനാണ്, നാട് വർപ്പിച്ചവനാണ്, ഘോരമായി പ്രസംഗിച്ചവനാണ്, എതിരാളിയെ കീഴ്പ്പെടുത്തിയവനാണ്, പണം കൊണ്ട് നാടിനെ വിറപ്പിച്ചവനാണ്, ആരോഗ്യം കൊണ്ട് അങ്ങാടിയെ കയ്യിലെടുത്തവനാണ്. പക്ഷെ മുണ്ടണില്ല, തൊണ്ടയിൽ കെട്ടിക്കുടുങ്ങി. അല്ലാഹുവേ അല്ലാഹുവേ, സുബ്ഹാനല്ലാഹ്. വെള്ളമതാ കൊണ്ടുവരുന്നു, ചുണ്ടിൽ വെക്കുന്നു. കഠിനമായ ദാഹമാണ്, കുടി തുടങ്ങി. ആരോ പറഞ്ഞു, ദിക്റല്ലി കൊടുത്തൂടി. ഭാഗ്യമുള്ളവർ ചൊല്ലുന്നു, ഭാഗ്യമില്ലാത്തവർ കണ്ണു തുറിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇന്ന് വരെ മറന്ന ഈ യാത്ര മറക്കണ്ട. ഇത് നാളെ വരും എന്ന ഓർമ്മ പോകണ്ട. പിന്നെ പോയി കിടക്കുന്നത് ഖബറിലേക്കാണെന്ന് വിസ്മരിക്കണ്ട. പടച്ചോനെ, മരണായി മരിച്ചു. ഓരോരുത്തരും മരിച്ചതും മനസ്സ് സങ്കല്പിച്ചോളി. അതാ പാന്റ് വലിച്ചൂരാൻ തുടങ്ങി, ബനിയന് വലിച്ചൂരാൻ തുടങ്ങി, അടിവസ്ത്രം വലിച്ചൂരാൻ തുടങ്ങി, വിലപിടിപ്പുള്ള കുപ്പായത്തിന്റെ ബട്ടൺ പൊട്ടിക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. അതാ ശരീരം മൂടണ നൈസായ ഒരു ശീല കൊണ്ടുവരുന്നു. ഒന്നായിട്ട് മൂടിക്കൊടുത്തു. പുറത്താരോ നിന്നിട്ട് മൊബൈലേറ്റ് വിളിക്കുകയാണ്. അത് അബുദാബിയിലുള്ള മോൻകാണ്, കുവൈറ്റിലുള്ള അഞ്ചൻകാണ്, ജംഗ്ഷൻക്കുള്ള മോൻകാണ്. അപ്പൊ വേറെ ആള് സ്കൂൾക്ക് വിളിക്കണ ഹെഡ് മാസ്റ്റർ ഓഫീസിക്കാണ്. ആ +2 പഠിക്കണ മോന് 5ാം ക്ലാസ് പഠിക്കണ ഇന്ന മോളും പറഞ്ഞേക്കണം, വാപ്പ മരിച്ചു. വാപ്പാന്റെ കൂടെ നാസ്താക്കി പോയ മക്കളാണ്. സാധു അതാ ഞെട്ടറ്റ് കിടക്കുകയാണ്. വീട്ടിലെ ചിരികളൊക്കെ മാറി കരച്ചിലായി. ഉമ്മ കരണ്. പെണ്ണുങ്ങൾ കരണ്, ഭാര്യ കരണ്.
പെങ്ങന്മാർക്ക് ഫോൺ ചെയ്യാൻ തുടങ്ങി. നാട്ടിലെ അയൽവാസികളൊക്കെ വരാൻ തുടങ്ങി. ഒരാള് പറഞ്ഞു, ഇന്നലെ എന്റെ കൂടെ നോമ്പറക്കാണ്ടായിരുന്നു. മറ്റാള് പറഞ്ഞു, ഞങ്ങൾ രണ്ടാളും കൂടെയാണ് കടയിൽ പോയി സാധനം വാങ്ങിയത്. ഒന്നും അറിയാതെ പിച്ച വെച്ച് വളരുന്ന രണ്ടുകാരൻ ഇടക്കിടക്ക് വാപ്പാന നോക്കി പൊടുത്തം കിട്ടാതെ നിൽക്കുകയാണ്. അപ്പൊ പലരും കുട്ടിയെ മാറ്റി വെക്കുകയാണ്. ഒരാൾ ഈച്ചനാട്ടാനിരിക്കുകയാ. സുബ്ഹാനല്ലാഹ്. കൂടെ പഠിച്ചവർ വന്ന് കരയാൻ തുടങ്ങി. സംഘാടകർ വന്ന് കരയാൻ തുടങ്ങി. നേതാക്കളിൽ ഒഴിവുള്ള ആളുകൾ വരാൻ തുടങ്ങി. ഫാത്തിഹയായി ദുആയായി. ചന്ദനത്തിരി കത്തിച്ച് പുക വരാൻ തുടങ്ങി. സദസ്സ് മാറാൻ തുടങ്ങി. പലരും ഗൾഫിൽ നിന്ന് പുറപ്പെട്ടു. അഞ്ചനൊരു പോക്ക് കാണണം, ഞാൻ വരാതെ മയ്യത്തെടുക്കണ്ട. അപ്പൊ അത് അമ്മായിമ്മ വരുന്നു, അമ്മോശം വരുന്നു. അവര് പോണത് മകളടുത്തേക്കാണ്. അവരെ മകൾ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. ഒന്നും അറിയാതെ കട്ടിലിൽ കിടക്കുന്ന പാവമായ മിസ്കീനായ മയ്യിത്ത് കാരണന്മാര് വന്നു. മഴക്കാലമാണ്, നീട്ടണ്ട, പെട്ടെന്ന് മയ്യത്തെടുക്കാം. അപ്പതാ പുറത്തുകൂടെ അനൗൺസ് പോയി, ഇന്നാലിന്ന പരേതന്റെ മകൻ മരിച്ചുപോയി. കുടുംബക്കാര് പലരും കൂട്ടം കൂട്ടായിട്ട് വരികയാണ്. പെങ്ങന്മാര് വരികയാണ്, അമ്മമാര് വരികയാണ്, എളാപ്പാര് വരികയാണ്. പലരും താടിക്ക് കൈവച്ചിരിക്കുകയാണ്. ഉമ്മ നിയന്ത്രണം വിട്ട് കരയണ്. പെങ്ങന്മാര് കാക്കാന്ന് പറയണ്. ഒരു പെണ്ണൊരുത്തിയതാ കണ്ണ് തിരുമ്പിയിരിക്കണ ഭാര്യയാണ്. ഖൽഫി കരീമാത്തോ അലയ്യ ബവാക്കിയാ വഫീഹിന്ന ഉമ്മിയോ ശഖീഖി വഇത്രതി. ഭാര്യയും പെങ്ങന്മാരും കരയുകയാണ്. അതിൽ ഉമ്മയും കരയുകയാണ്. പലരും പല അഭിപ്രായം പറയാണ്. അറ്റാക്കാണോ എന്താന്നറിയില്ല, പെട്ടെന്ന് ക്ഷീണിച്ചു വീണതാണ്. സുബ്ഹാനല്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ വരുന്ന അനുഭവമാണ്. ഇന്നുണ്ടാവില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റൂല. ശീല കൊണ്ട് ഒന്ന് താട കെട്ടാൻ തുടങ്ങി. തുറന്ന കണ്ണ് ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ല എന്ന് പറഞ്ഞടക്കാൻ തുടങ്ങി. ഉള്ള വസ്ത്രങ്ങളൊക്കെ ഊരിയിട്ട് ഒറ്റ തുണി കൊണ്ട് മൂടി അതിന്റെ മേലൊരു ചാവി വെച്ചു, വയറ് വീർക്കാതിരിക്കാൻ. ചന്ദനത്തിന്റെ മണം ഒരു ഭാഗത്ത്, ഈച്ച പാറുന്ന മറ്റൊരു ഭാഗത്ത്, ആട്ടാനൊരാള് മറ്റൊരു ഭാഗത്ത്. പലരും വന്ന് മുഖമതാ പാളി നോക്കുന്നു. ചിലരൊക്കെ പൊട്ടി പൊട്ടി കരയുന്നു. ഉമ്മ പറഞ്ഞു, എനിക്കെന്റെ മുത്തുകുട്ടിനൊന്ന് കാണണം, എന്റെ മുത്തുമാണിക്കത്തെ ഒന്ന് കാണണം. അപ്പൊ പറഞ്ഞു, നിങ്ങളെ നേരത്തെ കണ്ടില്ലേ, ഒന്നും കൂടി കാണണം. അപ്പൊ 2-3 ആളുകൾ താങ്ങി പിടിച്ചുകൊണ്ട് ഉമ്മാനെ കൊണ്ടുവരുന്നു. മുഖമങ്ങ് കണ്ടപ്പോൾ ഉമ്മ കരയുന്നു. മോനെ ജിന്നട്ടെറിഞ്ഞു പോവാടാ,
പക്ഷേ പ്രതികരിക്കുന്നില്ല. അപ്പതാ ഭാര്യനെ ഒരാൾ 2-3 ആളുകൾ കൊണ്ടുവരുന്നു. അമ്മായിമ്മയാണ് ഭാര്യന്റെ ഉമ്മ. ഭാര്യ കണ്ടപാടെ കരയുകയാണ്. എന്നെയും കുട്ടികളിട്ടിട്ട് നിങ്ങൾ പോവാണോ? ഞാൻ ഈ പൈതങ്ങൾ എന്താണ് കാട്ടുക? നമ്മൾ പെരുന്നാൾക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചതല്ലേ? കഴിഞ്ഞു മോളെ, കഴിഞ്ഞു. പള്ളിക്കാട്ടിൽ 2-3 ആളുകൾ ജോറായി മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ പോയി പറഞ്ഞു, വേഗം കബറ് ശരിയാക്കി, കാരണം മഴക്കാലമാണ്. ധൃതിയിലതാ മണ്ണ് കോരിയിട്ട് ഗുഹ ഉണ്ടാക്കണേ. കൈക്കോട്ടും വികാസും ശക്തമായി പ്രവർത്തിക്കുകയാണ്. വിശ്രമമില്ല, മണ്ണ് വാരുന്നു. അവര് പറഞ്ഞു, ഖബറ് റെഡിയാ, വന്നാ താത്താൻ തയ്യാറാണ്. പലരും ഖബറ് പോയി പാളി നോക്കുന്നു. സുബ്ഹാനല്ലാഹ്, മയ്യിത്ത് കുളിപ്പിക്കാനുള്ള ചർച്ചയിലായി. നിശബ്ദനായി കിടക്കുന്നു. ഉസ്താദുമാരും ശിഷ്യന്മാരും ബന്ധുക്കളും ഉറ്റവരും ഉടയവരും ഒരുപാട് വീട്ടിലുണ്ട്. എല്ലാം ഒരേ മനുഷ്യന് വേണ്ടിയാണ്. ഇനി കാണൂല. ഒരാളതാ കടയിലേക്ക് ഓടിപ്പോകുന്നു. കഫൻ തുണി തയ്യാറാക്കിയിട്ടില്ല, അത് വാങ്ങാനാണ്. തുണിക്കടക്കാരൻ ഒരു കെട്ടുശീല താഴെ വെച്ചു. ഇഷ്ടമുള്ളത് എടുത്തോ. മുന്തിയത് നോക്കുന്നില്ല, ചളിയുണ്ടോ എന്ന് നോക്കുന്നില്ല. കോറക്കണ്ടം വാങ്ങി വണ്ടാണ്. സുബ്ഹാനല്ലാഹ്, മയ്യിത്ത് കുളിപ്പിക്കാൻ ആളുകൾ തയ്യാറായി. ഉലുവാനും കുന്തിരിക്കും പുകയിപ്പിക്കാൻ തുടങ്ങി. കലത്തിൽ വെള്ളം റെഡിയാ. പാത്രങ്ങളിൽ കോപ്പയും ഇട്ടു. സോപ്പ് തയ്യാറാണ്. കുളിക്കുമ്പോൾ കണ്ണാടി നോക്കി പല്ല് തേച്ചവനും സോപ്പ് തേച്ചവനും മിണ്ടാതെ മറ്റുള്ളവർക്ക് തേക്കാൻ കിടന്നു കൊടുക്കുകയാണ്. കുളിപ്പിക്കുന്നവരതാ റൂമിലേക്ക് കടന്നു. കുളിപ്പിക്കല്ലേ? അതെ. സുബ്ഹാനല്ലാഹ്, പിടിച്ചിരുത്തിയിട്ട് ഓരോന്ന് കഴുകാൻ തുടങ്ങി. വയറങ്ങ് തടവുകയാണ്. പഠിച്ചോനെ വയറിങ്ങനെ തടഞ്ഞപ്പോ ബാക്ക് കൂടി കാഷ്ടങ്ങനെ പോണ്. പല്ല് തേക്കണം, ചുണ്ട് സ്വന്തം തുറക്കൂല, തുറപ്പിക്കണേ. മിസ്വാക്ക് ചെയ്തു. കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു. പഞ്ഞി കൊണ്ടുവരാൻ പറഞ്ഞു. പഞ്ഞി മൂക്കിന്റെ ഓട്ടയ്ക്ക് ചീരാൻ തുടങ്ങി. സന്ധികളിൽ പഞ്ഞി വെക്കാൻ തുടങ്ങി. കഫൻ തുണി റെഡിയാണ്. ഒരാള് കഫൻ തുണിയിട്ട് ഓടി വരികയാണ്. നിങ്ങൾ മനസ്സ് കണ്ടോളി, മനസ്സിൽ ഓരോരുത്തരും കണ്ടോളി. കഫൻ തുണിയിട്ട് വന്നു. കഫൻ ചെയ്യല്ലേ? തുടങ്ങി. അപ്പണ്ട് ഒരാള്, കുടുംബത്തിലുള്ള ഒരാൾ ഓടി വരണേ. ഞാൻ കണ്ടിട്ടില്ല. കാണാനുള്ളവര് വേഗം കണ്ടോളി. പബ്ലിസിറ്റി അനൗൺസ് കാണാനുള്ളവര് വേഗം കണ്ടോളി. ഓരോരുത്തരും പാവത്തിന് എത്തിപ്പാളിയൊക്കെയാണ്. കൂടെ പഠിച്ചോര്, പഠിപ്പിച്ചോര്, വണ്ടിയിലൊപ്പം യാത്ര ചെയ്തോര്.
വണ്ടിയിലൊപ്പം യാത്ര ചെയ്തവര്, ഭക്ഷണം ഒപ്പം കഴിച്ചവര്, ഒപ്പം നോമ്പറക്കായിരുന്നവര് എല്ലാരും കാണണം, മിണ്ടാതെ കിടക്കണം. കഫൻ ചെയ്യാൻ തുടങ്ങി, ഓരോ ശീലയും കവർ ചെയ്യാൻ തുടങ്ങി, കെട്ടിപ്പൊതിയാൻ തുടങ്ങി. ഖതീബിനെ വണ്ടിയേറ്റ് പോയി കൊടുന്നു ദ്വാരക്കാൻ. ഖതീബും പോകുമ്പോ ചിന്തിക്കുന്നു, ഇന്നലെ വരെ നിസ്കരിക്കാനുണ്ടായിരുന്നല്ലോ, മിഞ്ഞാന്ന് എന്നോട് റൂമിൽ കയറി സംസാരിച്ചിരുന്നല്ലോ. പല ഓർമ്മകളിലുമായി ഖതീബും വീട്ടിൽ പോവുകയാണ്. അവസാനത്തെ ഒരു അനൗൺസ്, ഇനി കാണാൻ ബാക്കിയുള്ളവരെ കണ്ടോളി. അപ്പതാ ഉമ്മ പറയുന്നു, എന്റെ മോനെ ഒന്നുകൂടെ കാണണം. 3-4 പെണ്ണുങ്ങളുടെ തോളിൽ കൈവച്ചുകൊണ്ട് ഉമ്മയെ കൊണ്ടുവരികയാണ്. അവസാനത്തെ കാഴ്ചയാ, ഇനി കാണൂല. കണ്ടപാട ഉമ്മ കരയുകയാണ്. മോനെ, ഉമ്മാന്റെ കുട്ടി പോയിക്കോളി, ഉമ്മാണ്ട് വന്നോളാ, കുട്ടി പോയിക്കോളി. അപ്പതാ ഭാര്യ ഭക്ഷണമില്ലാതെ ക്ഷീണിച്ച് കിടക്കാണ്. 3-4 ആളുകൾ ഇരിക്കാൻ പോണ ഭാര്യനെ കൊണ്ടുവരികയാണ്. ഭർത്താവിനെ കണ്ടപാടെ ഭാര്യ കരയുകയാണ്, നിയന്ത്രണം വിട്ട് കരയുക. അമ്മായിമാന്റെ തോളുക്ക് വെക്കുകയാണ്. ആളുകൾ താങ്ങിപ്പിടിച്ചു, കൊണ്ടുപോയി കിടത്തി. ഞാൻ പോട്ടെ എന്ന് ചോദിക്കാനും അയാൾക്ക് കഴിയൂല. സ്കൂളിൽ പഠിക്കുന്ന മക്കൾ ഓരോരുത്തരെയായി കാണിച്ചു കൊടുക്കുകയാണ്. ഒരു മോന് മറ്റൊരു മോന്റെ മുഖത്തേക്ക് നോക്കി കരയാണ്. പെൺകുട്ടികൾ വന്ന് കാണാൻ തുടങ്ങി. പാപ്പ പാപ്പാന്ന് വിളിക്കാൻ തുടങ്ങി. ഭാര്യന്റെ മുലപ്പാൽ കുടിച്ച് വളരുന്ന 2കാരനാണ്, 1.5കാരനാണ് ഇനി ബാക്കിയുള്ളത്. ആരോ പറഞ്ഞു, മയ്യത്ത് കാണിക്കണ്ട, കുട്ടിക്ക് പേടിയാവും. അപ്പൊ പറഞ്ഞു, പറ്റൂല, വാപ്പാനെ പിരിയാത്ത മോളാണ്, അതുകൊണ്ട് അവസാനത്തെ കാഴ്ച കണ്ടോട്ടെ. കുട്ടിയല്ലേ, കുട്ടിക്കറിയില്ല. ആ പൈതലിനതാ എടുത്തുകൊണ്ടൊരാള് വരുന്നേ. കഫൻ തുണി മുഖത്ത് അങ്ങോട്ട് മാറ്റി. മോളെ ദിപ്പേണ്. ഒന്നും അറിയാത്ത പൈതൽ വിളിച്ചുപ്പാ. മുണ്ടാങ്ങയാതെ കറക്കുന്നുറപ്പ്. കെട്ടിപ്പോഞ്ഞു. മയ്യത്ത് കട്ടില് 2 ആൾ ഓടി കയറ്റിക്കൊണ്ടുവരികയാണ്. പടച്ചോനെ, മയ്യത്ത് കട്ടിൽ മുറ്റത്ത് റെഡിയാ. റൂമിൽ അങ്ങോട്ട് പൊക്കിയിട്ട് കട്ടിലിൽ അങ്ങോട്ട് വെക്കാണ്. ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യാണ്. പടച്ചോനെ, 6 കാലുള്ള കട്ടിലതാ അങ്ങോട്ട് ഏറ്റുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇന്ന് വരെ മറന്ന ദിക്ർ ചൊല്ലുകയാണ്. ഇനി തിരിച്ചീ പൊരയിലേക്കില്ല, ഭാര്യന്റെ ബെഡിലില്ല, നോമ്പറക്കാനില്ല, കല്യാണത്തിന് കാണണ്ട, സൽക്കാരത്തിന് നോക്കണ്ട, വിസ തീർന്നിട്ടില്ല, പാസ്പോർട്ട് പെട്ടി റെഡിയാണ്. ഇനി ദുബായിലേക്കില്ല, ലീവിന് വന്നപ്പോ അറ്റാക്ക് പിടിച്ച് മരിച്ചതാണ്. കുറെ ആളുകൾ അങ്ങോട്ട് കൂടിയിട്ട് മയ്യത്തേറ്റി. ലാ ഇലാഹ ഇല്ലല്ലാഹ്. കൊട്ടാരത്തിൽ നിന്ന് മണ്ണറയിലേക്കുള്ള യാത്രയാണ്. മാർബിളിൽ നിന്ന് മൺപൊടിയിലേക്കുള്ള യാത്രയാണ്. ഗ്രാനൈറ്റിൽ നിന്ന് ചളിയിലേക്കുള്ള യാത്രയാണ്. ടൈൽസിൽ നിന്ന്
മണ്ണിലേക്കുള്ള യാത്രയാണ്. മണിയറയിൽ നിന്ന് പള്ളിക്കാട്ടിലെ മണ്ണറയിലേക്കുള്ള പ്രയാണമാണ്. ഏറ്റിക്കൊണ്ടവണ്. ഇന്നലെ വരെ ആ പോകുന്ന സ്ഥലത്തിലൂടെ വണ്ടിയിൽ പോയവനാണ്. അവനിരുന്ന് സൊറ പറഞ്ഞിരുന്ന സ്ഥലങ്ങൾ അവനെ നോക്കി ചിരിക്കുകയാണ്. കുറെ പെണ്ണുങ്ങളതാ കണ്ണിൽ വെള്ളം ഒലിപ്പിച്ചുകൊണ്ട് തുടച്ചിട്ട് മയ്യത്ത് പോണത് കാണന്. സ്കൂൾ കുട്ടികൾ നോക്കി കാണന്. അപ്പൊ വണ്ടികളതാ സൈഡാക്കി കൊടുക്കണേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നടന്ന് പള്ളിയിലെത്തി മയ്യത്ത് വെച്ചു. ഓർത്തോളിം, ഇത് നടക്കുന്നതാണ്. ഇത് സങ്കല്പമല്ല, കടങ്കഥയല്ല. മയ്യത്തതാ പള്ളിയിൽ വെച്ചു. വേഗം ഒതുർത്ത് കയറാൻ വേണ്ടി പറയണേ. ചിലര് തിരക്കൂട്ടിന് മഴക്കാറ് കണ്ടിട്ട് വേഗം സൊഫ് അടുപ്പിച്ച് നിന്നു. ബന്ധമുള്ളവർ ഇമാമത്തിന് നേതൃത്വം നൽകി നിസ്കാരം നടന്നു. പടച്ചോനെ, ഇനി ഏറ്റാണ്. എങ്ങോട്ട്? പള്ളിക്കാട്ടിലേക്കാണ്. അബ്ബേ, അവിടെ ഉണ്ടൊരു ഗുഹ. ഇരുട്ടുകൊണ്ട് പെയിന്റിട്ട ഗുഹയാണ്. ആരും കടന്നു വരാത്ത ഗുഹയാണ്. ഭാര്യയില്ല, മക്കളില്ല, സംഘാടകരില്ല, ശ്രോതാക്കളില്ല, ബലസാന ആളില്ല. പടച്ചോനെ കൂട്ടിയിട്ട മണ്ണിന്റെ അവിടത്തേക്ക് പോവാണ്. അപ്പൊ 2-3 ആളുകൾ ഇറക്കി വെക്കാൻ തയ്യാറായിട്ട് തോർത്തുമുണ്ടോടുത്ത് കാത്തിരിക്കാണ്. പ്രിയപ്പെട്ടവരെ, മയ്യിത്ത് കട്ടിലിൽ നിന്ന് ഊരിയിട്ട് അതാ താഴ്ത്തുന്നു. ഇരുട്ടുകൊണ്ട് പെയിനിട്ട കബറിലേക്കാണ്. കബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. കണ്ടാലുടൻ വാവിത്ത് നീ കരയേണ്ടതാ. മേടക്ക് പകരം ആളമാ സുബ്ഹാന. റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസ്മാന. ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതില്. സന്തോഷമാണ് അവർക്ക് നീ ചൊല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്. ക്യൂ സിസ്റ്റമില്ല, തള്ളലാണത് കൊണ്ട്. ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ. എന്നാൽ കടക്കും നീ സുറൂറായി മറുകരാ. പടച്ചോനെ, പുഴുക്കളുടെ സ്ഥലമാണ്, ഇരുട്ടിന്റെ സ്ഥലമാണ്. അയൽവാസികളില്ല, കുടുംബക്കാരില്ല, ബന്ധുക്കളില്ല, ഉറ്റവരില്ല, ഉടയവരില്ല. അങ്ങോട്ട് താഴ്ത്തി വെച്ചിട്ട് അവരെന്തൊക്കെയോ പണി ഒപ്പിക്കുകയാണ്. മൂടുകളിൽ ഒന്നൊന്നായി മുകളിൽ വരികയാണ്. മണ്ണ് വാരി എറിഞ്ഞു. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖറ. പിന്നെ കബറങ്ങ് മണ്ണിട്ട് മൂടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇനിയാണ് വാളിൽ കേട്ട വിഷയം തുടങ്ങുന്നത്. ഇനിയാണ് പുസ്തകത്തിൽ വായിച്ച വിഷയം തുടങ്ങുന്നത്. ഇനിയാണ് കിതാബിൽ കണ്ട മലക്കുകളെ കാണാൻ പോകുന്നത്. പടച്ചോനെ, ജീവിതം മാറി, പരലോകത്തെത്തി. ദുനിയാവ് ഒന്നുമല്ല എന്ന് മനസ്സിലായി. അതൊരു യാത്രയാണെന്ന് വാതിൽ കേട്ടത് ബോധ്യപ്പെട്ടു. ഖബറ് നമ്മൾ അങ്ങ് വിഴുങ്ങിയിരിക്കുകയാണ്. ഇനി രക്ഷയില്ല. തിരിച്ചും മറിച്ചും കിടക്കാൻ പറ്റൂല, നീണ്ടു നീർന്നു നിൽക്കാൻ പറ്റൂല. മഴ പെയ്താൽ ചോർമലിക്കുന്ന അടിയിലേക്ക് ചളിവെള്ളമാണ്. സുബ്ഹാനല്ലാഹ്. വെള്ളത്തിലങ്ങ് പുഴുങ്ങിക്കിടക്കുകയാണ്. മണിക്കൂറുകൾ കഴിഞ്ഞാൽ ശരീരം അങ്ങ് ജീർണിക്കുകയാണ്. ശരീരം ഇങ്ങനെ ജീർണിക്കുകയാണ്. മുടികൾ കൊഴിഞ്ഞു പോണ്, മൂക്ക് ചായണ്, പെട്ടി പൊട്ടണ്,
കാലിന്റെ അടി കൂടി പുഴുക്കള്, ചെവിട്ടിന്റെ ഉള്ളിൽ കൂടി പുഴുക്കള്, നാവുമ്മ പുഴുക്കള്, വലിയ പുഴുക്കള് തലന്റെ ഉള്ളിൽ കൂടി, ചീഞ്ചലം പുറത്തേക്ക്, വയറ് പൊട്ടിന്, കണ്ണ് തക്കാളി പോലെ ചീർത്ത് വീർത്ത് ചോന്ന് തുറിച്ച് നിൽക്കാണ്, പുറത്ത് ചാടാ റെഡിയായിട്ട്. കണ്ണങ്ങട്ട് പുറത്തേക്ക് ഒലിച്ചു, 2 ഗുഹയായി. അതിന്റെ ഉള്ളിൽ കൂടിയ പുഴുക്കൾ അങ്ങോട്ട് കയറുകയാണ് തലച്ചോറ് തിന്നാൻ. ഖബറിനുള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ അതിനു മുമ്പ് വലിയ പരീക്ഷണം മറക്കണ്ട. ഭീകരമായ 2 രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. മുടികളൊക്കെ താഴേക്ക് ഇറങ്ങിയതാണ്. ആനയുടെ കൊമ്പുകളെ പോലെയുള്ള തേറ്റപ്പല്ലുകളാണ്. പേടിച്ചു പേടിച്ചു. നിങ്ങളാരാ? മോനെ, ഇത് ഖബറാണ്, ദുന്യാവല്ല, ഞങ്ങൾ മലക്കുകളാണ്. പടച്ചോനെ, പെട്ടല്ലോ പെട്ടല്ലോ. സുബ്ഹാനല്ലാഹ്. മുങ്കർ നക്കീറിന്റെ ചോദ്യം ഞാൻ പറയുന്നില്ല, സാങ്കല്പികമായി അവതരിപ്പിക്കണ്ട എന്ന് മനസ്സിലാക്കി. പക്ഷെ ആ ഖബറിന്റെ ഉള്ളിൽ വേറൊരു സംഗതി വരുന്നുണ്ട്. മലക്കുകൾ അതാ ഒരു പ്രകാശരൂപത്തെ കൊണ്ടുവരുന്നു. അതാരാണ്? അതാരാണ്? അത് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഖബറിലേക്ക് വരികയാണ്. മലക്കുകൾ ചോദിച്ചു, മാദാ തഖൂലു ഫീ ഹാദാ റജുലി, ഈ മനുഷ്യനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? ഇഷ്കിന്റെയും മദഹിന്റെയും ഹുബ്ബിന്റെയും സലാത്തിന്റെയും ആളുകൾ പറയുന്നു, ഇത് എന്റെ ഹബീബായ മുത്ത് നബിയാണ്. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തട്ടെ. മുങ്കർ നഖീറിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാനുള്ള ഈമാനിക ആവത് അല്ലാഹു നൽകട്ടെ. ഖബർ പ്രകാശിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മെ പെടുത്തട്ടെ. അല്ലാഹു ഈ സദസ്സ് കബൂലാക്കി നമ്മളെ ഇസ്സത്തിലാക്കട്ടെ. പടച്ചവനെ, ഈ സദസ്സിനെ കാണണേ റബ്ബ്. പതിരാവിന്റെ ഉള്ളറയിൽ ആഖിർ സമാനിൽ ജീവിക്കുന്ന മുഅ്മിനീങ്ങളായ ഞങ്ങൾ നവൈത്തുൽ ഇത്തികാഫ ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല എന്ന നിയ്യത്തുമായി കാലങ്ങളേറെ നിന്നെ ഓർക്കാൻ മറന്ന് അലസരായി അശ്രദ്ധരായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിനിടയിൽ ഈ പരിശുദ്ധ രാത്രിയിൽ നീ റഹ്മത്തും മഗ്ഫിറത്തും നിന്റെ ഔദാര്യമായി ഞങ്ങളിലേക്ക് ചൊരിക്കുമെന്ന ശുഭപ്രതീക്ഷയിൽ പാതിരാവിന്റെ ഉള്ളറയിൽ റബ്ബേ, ഞങ്ങളിതാ സ്വന്തം കരയാത്തത് കൊണ്ട് സംഘടിച്ച് ഉണ്ടാക്കി കരയുകയാണ് അല്ലാഹ്. ഈ കണ്ണുനീര് നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കണ്ണുനീരായി നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ നയനങ്ങൾ നനഞ്ഞത് നീ കാണണേ റബ്ബേ. കവളുകൾ നനഞ്ഞത് നീ കാണണേ അല്ലാഹ്. കൊള്ളക്കാര ഔലിയാക്കളാക്കിയ റബ്ബേ, ചമ്മാടികളെ അഖതാബുകളാക്കിയ റബ്ബേ, പടച്ചവനെ ഞങ്ങളെ ദുആക്ക് ഇജാബത്തുള്ള സാലിഹീങ്ങളിൽ പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ, എപ്പോഴാണ് ഞങ്ങൾ മരിക്കുക എന്നറിയില്ല റബ്ബേ. എപ്പോ മരിക്കുകയാണെങ്കിലും കലിമ ചൊല്ലി മരിപ്പിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ യാത്രക്കാരാ അപകടത്തിൽ പെടുത്തല്ലേ തമ്പുരാനെ. ചപ്പിക്കിടക്കുന്ന വണ്ടിയിൽ നിന്ന് വെട്ടിപ്പൊളിച്ചെടുക്കുന്ന മയ്യത്താകുന്ന അവസ്ഥയിൽ പെടുത്തല്ല റബ്ബ്. റോഡുകളൊക്കെ യുദ്ധക്കളമായി മാറിയ കാലമാണ്. ഞങ്ങളെ അറുത്തിട്ട ആടിനെ പോലെ കടന്ന് പടഞ്ഞ് മരിക്കുന്ന ദുരവസ്ഥയിൽ പെടുത്തി ഞങ്ങളെ മക്കളെ യതീമുകളാക്കല്ലേ തമ്പുരാനെ. അറ്റാക്ക് കൊണ്ട് പരീക്ഷിക്കല്ല റബ്ബേ. ക്യാൻസർ തന്ന് കൊടുക്കല്ല അല്ലാഹ്. ഞങ്ങൾ ഒന്നുമല്ലാത്ത ബലഹീനരാണ്, നീ ബലവാനാണ്, നീ റാസിഖാണ്, ഞങ്ങൾ മർസൂഖാണ്,
നീ നാസിറാണ്, ഞങ്ങൾ മൻസൂറാണ്. നീ ഹാഫിളാണ്, ഞങ്ങൾ മഹ്ഫൂളാണ്. നിന്റെ ഭക്ഷണം കഴിച്ച്, നിന്റെ വെള്ളം കുടിച്ച്, നിന്റെ ഭൂമിയിൽ പാർത്ത്, നിന്റെ ശത്രുവിന് ഞങ്ങൾ ഒപ്പം നടന്നിട്ടുണ്ട് റബ്ബേ. ഇബ്ലീസിനെ തോളിലേറ്റിട്ടുണ്ട് റബ്ബേ. പക്ഷേ പുറത്തു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് നീ ഗഫൂറാണ്, ഗഫാറാണല്ലോ റബ്ബേ. ഇവിടെ ഉസ്താദുമാര് ഗഫൂർ ഗഫാർ എന്നുള്ളതിന്റെ അർത്ഥം പറഞ്ഞല്ലോ തമ്പുരാന്. നിന്റെ കലാം ഉദ്ധരിച്ചിട്ടാണല്ലോ പണ്ഡിതന്മാർ പറഞ്ഞത് റബ്ബേ. തെറ്റ് ചെയ്തതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട് റബ്ബേ, ഇനി ചെയ്യൂല റബ്ബേ. ഈ പാവങ്ങളെ നീ ദുആക്ക് ഇജാബത്തുള്ള സ്വാലിഹീങ്ങളിൽ പെടുത്തണേ റബ്ബേ. ഞങ്ങളെ മാനം കെടുത്തല്ല റബ്ബേ, രണ്ട് ലോകത്തും മാനം കെടുത്തല്ല റബ്ബേ, നാണം കെടുത്തല്ല റബ്ബേ. ഞങ്ങളെ ശത്രുക്കൾ മിത്രങ്ങളാക്കി തരണേ റബ്ബേ, ശത്രുക്കൾ മിത്രങ്ങളാക്കി തരണേ, ശത്രുക്കൾ മിത്രങ്ങളാക്കി തരണേ റബ്ബേ, ശത്രുക്കൾ മിത്രങ്ങളാക്കി തരണേ റബ്ബേ, ശത്രുക്കൾ മിത്രങ്ങളാക്കി തരണേ റബ്ബേ. ഇല്ലെങ്കിൽ അവരെ ശർറിൽ നിന്ന് കാക്കണേ റബ്ബേ. ഞങ്ങൾക്കൊരു കഴിവില്ല, ഈ കാക്കണേ റബ്ബേ. സാഹചര്യങ്ങളെ ശർറിൽ നിന്ന്, ആയിരങ്ങളെ ശർറിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ റബ്ബേ, ഞങ്ങളെ സലാമത്തിലാക്കണേ റബ്ബേ. ഇവിടെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും ഞങ്ങൾക്കൊക്കെ എല്ലാ സോക്കടിനും മാറ്റി തരണേ അല്ലാഹ്. കൽബിയായ അസുഖം മാറ്റി തരണ റബ്ബേ, റൂഹിയായ അസുഖം മാറ്റി തരണ റബ്ബേ, ജസദിയായ അസുഖം മാറ്റി തരണ റബ്ബേ. ഈമാന് പുഷ്ടിപ്പെടുത്തണേ അല്ലാഹ്. ഈമാൻ തെറ്റിക്കല്ലേ റബ്ബേ. ആഖിബത്ത് നന്നാക്കി തരണേ റബ്ബേ. കടങ്ങൾ വീട്ടി തരണേ റബ്ബേ. അല്ലാഹു ഞങ്ങളെനി കൊടുക്കല്ല അല്ലാഹ്, ഞങ്ങളെനി കൊടുക്കല്ല റബ്ബേ. ഞങ്ങൾക്ക് സമാധാനം നൽകണേ റബ്ബേ. നിന്റെ ആളുകളാക്കി മാറ്റണേ അല്ലാഹ്. നിന്റെ മുത്തഖീങ്ങളിൽ പെടുത്തണേ റബ്ബേ, നിന്റെ മുഹിബ്ബീങ്ങളിൽ പെടുത്തണേ റബ്ബേ, നിന്റെ ഹബീബിന്റെ മുഹിബ്ബീങ്ങളിൽ പെടുത്തണേ റബ്ബേ. ഹബീബിന്റെ മദ്ഹ് പറയാം അവസരം നൽകണേ റബ്ബേ. ആ കാണാത്ത മുഖം നീ കാണിക്കണേ റബ്ബേ, ആ കാണാത്ത മുഖം കാണിക്കണേ റബ്ബേ. അവിടത്തോട് ഞങ്ങളെ ചേർത്ത് നിർത്തി തന്നെ റബ്ബേ. അല്ലാഹു ഈ സദസ്സ് ഖബൂലാക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ. പടച്ചോനെ, ഞങ്ങളിൽ നിന്ന് മരിച്ചു ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് ഈ ദിവസം വല്ലിപ്പ മരിച്ചിട്ടുണ്ട്. അവർക്ക് നീ ദറജ കുറച്ച് കൊടുക്കണേ അല്ലാഹ്.